എല്ലാവർക്കും ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ ടീമിൽ ഒരാളും കൂടി ആഡ് ആയിട്ടുണ്ട്. പഴയ ടീം ആണ്, പക്ഷെ അതിനകത്ത് ഒരാളും കൂടി ആഡ് ആയിട്ടുണ്ട്. അതാണ്. അപ്പൊ നമുക്ക് വിളിക്കുമ്പോൾ അവര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പൊ നല്ലൊന്ന് പേര് പറഞ്ഞേക്കാം. സജി മോങ്ങോട്, ബാസി, പോൾസൺ. എന്റെ പൊന്നിന് അസീർക്ക, ഈ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഭർത്താക്കന്മാരുടെ ടെൻഷൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, വിരല് കണ്ടോ, ഒറ്റ നഖം കൊണ്ടോ നോക്കി ഇവിടെ നിന്ന് കടിച്ചു തുപ്പി കളഞ്ഞാൽ മുഴുവൻ ടെൻഷൻ കയറി. സത്യം, എന്റെ ജീവിതത്തിൽ ഇതേപോലെ ഞാനും ടെൻഷൻ അടിച്ചിട്ടില്ല. അയ്യോ, രക്ഷയില്ല. അല്ല, നമ്മുടെ ആരാ? എന്റെ ഭാര്യ ആശ അകത്ത് പ്രസവിക്കാൻ കിടക്കുക, അതിന്റെ ടെൻഷൻ എനിക്ക്. ഓ, ഇതോ ഞാനും ആശ ഒരാളാ. ഒരാശയ്ക്ക് രണ്ട് ഭർത്താക്കന്മാർ. ഭർത്താവ് ഞാനാ. ഞാനല്ല ഭർത്താവ്, ഇവൻ ആശയുടെ ഭർത്താവ്. ഞാൻ ഇവന്റെ വാർഡിലെ സ്ഥാനാർത്ഥിയാ. ഈ പ്രസവം കഴിഞ്ഞിട്ട് വേണം ഇവനെ കൊണ്ടുവന്ന് എനിക്ക് വോട്ടടിക്കാൻ. ഇന്ന് ഇലക്ഷൻ ആണല്ലോ, ഇന്ന് ഇലക്ഷൻ, അതിന് നിൽക്കുന്നതാ. പൊന്ന സ്ഥാനാർത്ഥി ഇവിടെ ടെൻഷൻ അടിക്കുന്നത്. നിങ്ങൾ പൊക്കോ, ഞാൻ പുറകെ വന്ന് വോട്ട് ചെയ്തോ. നീ വരും, കറക്റ്റാ വരും. വിജുക്കുട്ട ചേർന്ന് നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു, ഇതേ സമയം ഇതേ സിറ്റുവേഷൻ ഇവനും ഇവന്റെ ഭാര്യ ഇതേപോലെ ലേബർ റൂമിലുണ്ട്. അന്നും ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു നീ വെക്കോ, ഞാൻ വന്നോളാം. ഇവൻ വന്നതുമില്ല, 2 വോട്ടിന് ഞാൻ തോക്കുകയും ചെയ്തു. 2 വോട്ടിനാ? ഞാൻ ഒരാളെ വോട്ട് ചെയ്തായിരുന്നു, പിന്നെ അങ്ങനെ 2 വോട്ടിന് തോക്കണം. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇവിടെ നിന്നപ്പോൾ ടെൻഷൻ കൊണ്ട് ഞാനും വോട്ടിടാൻ മറന്നുപോയി. അപ്പൊ പിന്നെ 2 വോട്ടായില്ല. നീ എങ്ങനെ ഉരുണ്ട് കളിച്ചാലും നിന്നെയും കൊണ്ട് തന്നെ ഞാൻ ഇന്ന് വോട്ടിടും. മാത്രമല്ല, സുഖപ്രസവമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ ആശയം കൊണ്ടുപോയി വോട്ടിടും. ചോദിച്ചിട്ട് സത്യം പറ, നീ എതിർ സ്ഥാനാർത്ഥി ഇരുന്ന് കാശ് കയറ്റി. അതെന്നെ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് കറക്റ്റായിട്ട് ഇവൻ നീ എങ്ങനെ കൊണ്ട് കയറ്റുന്നത്? അതെ, ആശയുടെ കൂടെയുള്ള ആളുണ്ടോ? ചെല്ലി ഞാനല്ലാന്ന്. നീയല്ലേ ആള്? ഞാൻ ചെന്നാ ശരിയായില്ല. ഞാൻ രാവിലെ നേഴ്സുമായിട്ട് ചെറുത് ഒരൊടൊക്കുണ്ടായി. ആശയുടെ ബൈസ്റ്റാൻഡർ ഉണ്ടോ? ആശക്ക് മൈക്ക് സ്റ്റാൻഡ്. ഇതെന്തിനാ ലേബർ റൂമിനകത്ത് മൈക്ക് സ്റ്റാൻഡ്? എന്തിനാ മൈക്ക് സ്റ്റാൻഡ് അല്ലാന്ന്. ഇവിടെ കൂടെ ആരെങ്കിലും ഉണ്ടോന്ന് നീ കത്ത മനസ്സിലാക്കി. ആശയ്ക്ക് ബ്ലഡ് വേണേ, അത്യാവശ്യമായിട്ട് 3 കുപ്പി ബ്ലഡ് വേണം, വേഗം അറേഞ്ച് ചെയ്യണേ. കുപ്പിയാ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അകത്ത് പ്രസവിക്കാൻ കിടക്കുന്നത് നിന്റെ ഭാര്യ ആശയാണോ അതോ ലോക സിനിമയിലെ ചന്ദ്രയാണോ? ഇത്രയും ബ്ലഡ് ഇങ്ങനെ അകത്തോട്ട് വലിച്ചു കയറ്റാൻ വേണ്ടിട്ട്? അതെന്നാന്നറിയോ സ്ഥാനാർത്ഥി, അവളുടെ റയർ ഗ്രൂപ്പാ, ഓ നെഗറ്റീവാ. അതുകൊണ്ടാണ് അവര് എപ്പോഴെപ്പോഴും വിളിച്ച് എനിക്ക് മനസ്സിലായി. ഞാനും ഈ പഞ്ചായത്തിൽ ഇതിനു വേണ്ടി അലഞ്ഞാണല്ലോ, എന്റെയും കൂടെ ആവശ്യമാണല്ലോ. ബ്ലഡ് അവളെ ചെന്ന് സംഘടിപ്പിക്കും. ടെൻഷൻ വേണ്ട, ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചൊരു MLA അടുത്ത് വിളിച്ച് പറയാൻ പറഞ്ഞാലോ? MLA പറഞ്ഞ അവള് പ്രസവിക്കൂ. രാവിലെ തൊട്ട് ഡോക്ടർമാര് പഠിച്ച പണി 11 നോക്കിയിട്ട് പ്രസവിക്കുന്നു, പിന്നെ MLA പറഞ്ഞ അവള് പ്രസവിക്കൂ. ഈ ബാക്കിയുള്ള ചുറ്റുപാട് ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ആക്കാൻ വേണ്ടി പറയാലോ. അങ്ങനെ അല്ല, ഞാൻ ചോദിച്ചതേ, അയ്യോ, അമരീഷ് അളിയൻ വിളിക്കുന്നു. ഹലോ ഹലോ. അളിയ പലതും കഴിച്ചായിരുന്നോ അളിയാ? എവിടെന്നാ അളിയ? ഹോസ്പിറ്റലിൽ വന്ന് ജീവിതമല്ലേ, വായിക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നും പറഞ്ഞ. ഞാൻ ഭക്ഷണം കൊണ്ടുവരാളിയാ. അതൊക്കെ അളിയന് ബുദ്ധിമുട്ടായില്ലേ അളിയ? എന്ത് ബുദ്ധിമുട്ടളിയാ? ഒരു ഇല വെട്ടി വാട്ടി അതിൽ കുറച്ച് ചെമ്പാ വരി വെച്ച് ചുട്ടരച്ച ചമ്മന്തിയും വെച്ച്. ചമ്മന്തി മാത്രമേ ഉള്ളൂ അളിയ? അയ്യോ അളിയാ, അയല വറുത്തതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ടുവെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അളിയൻ പാട്ട് പാടുവാണോ അതോ? അല്ലളിയാ, ഈ പൊതിക്കകത്ത് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞളിയാ. പിന്നെ അളിയാ, മോര് കടുകിട്ട് താളിച്ചത് വേണോ? അളിയൻ അവിടെ കിടന്ന് താളിക്കാതെ. അളിയൻ ഇപ്പൊ എവിടെ നിൽക്കണത്? ഞാനിവിടെ ആശുപത്രി ഫ്രണ്ടിലോട്ടളിയാ. ഇftേക്ക് 4 ലേക്ക് വാ, 4 ലേക്ക്. ഓക്കെ പെട്ടെന്ന് വാ. ഓക്കെ അളിയാ. ഇന്ന് മോരും കൂട്ടി അയല പൊള്ളിച്ചതും കൂട്ടി ഒരു പിടിക്കും. കുട്ടായേ, ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നേരെ മൂകാംബിക, പളനി, അതുപോലെ രാമേശ്വരം എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി നേർച്ച അങ്ങ് തീർക്കണം. ഞാൻ നേർച്ച നേർന്നിട്ടില്ല. ഞാൻ നേർന്ന്. നിന്റെ ഭാര്യ പെട്ടെന്ന് പ്രസവിക്കാൻ. എന്റെ ഭാര്യ പ്രസവിക്കാൻ നീ എന്തിനാണ് നേർച്ച നേർന്നത്? പെട്ടെന്ന് പ്രസവിച്ചാലല്ലേ എനിക്ക് നിന്നെ കൊണ്ട് ഓട്ടിടാൻ പറ്റുള്ളൂ. എന്റെ ടെൻഷൻ മനസ്സിലാക്കടേ. വലിയ ടെൻഷൻ ആണല്ലോ. ഹലോ, അതെ, ഈ സാബു. ഞാനാ. ഞാൻ ശരത്ത്. ശരത്ത്. ഇവിടെ O നെഗറ്റീവ് ബ്ലഡ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇല്ല, കൊടുക്കാനില്ല, ഞങ്ങൾ വാങ്ങാൻ നിൽക്കുന്നവരാ. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. O നെഗറ്റീവ് ബ്ലഡ് കൊടുക്കാൻ തരാൻ വേണ്ടി ഞാൻ വന്നതാണ്. നീ വന്നേ. ആശയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വന്നതാ. കണ്ടേ വൈ. അത് റയറാണ് ഈ ഗ്രൂപ്പ് കിട്ടാൻ. എന്തെന്ന് പറഞ്ഞാൽ ഇവന്റെ ബ്ലഡ് അല്ല, ഭാര്യക്ക് വേണ്ട. നീ മദ്യപിക്കൂ? ഇല്ല, ഞാൻ മദ്യപിക്കില്ല. നീ സിഗരറ്റ് വലിക്കും? ഇല്ലെന്ന്. ഒരു ദുശീലല്ല. പിന്നെ എന്താ നീ വേണ്ടാന്ന് പറയുന്നത്? അതല്ലെന്ന്. പിന്നെ തലത്തി വന്നേ ഇവൻ മറ്റേ. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി. പിന്നെ
ഇവൻ മറ്റേ ഞാൻ ഇവന്റെ ബ്ലഡ് മുടി സ്പൈക്ക് ചെയ്യും. സ്പൈക്കോ അതല്ലെന്ന് ഇവൻ നീ എന്താന്ന് പറയടാ. ഇവൻ എന്റെ ഭാര്യയുടെ പഴയ കാമുകനാ ഇവൻ എന്റെ ഭാര്യയുടെ പഴയ കാമുകനാന്ന് അതിനെന്താ കുഴപ്പമെന്താ? ഇവന്റെ ചോരയിൽ എനിക്കൊരു കുഞ്ഞു വേണ്ട. സ്ഥാനാർത്ഥി സാബു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവന്റെ ഭാര്യക്കാണെങ്കിൽ ഞാൻ ചോര കൊടുക്കത്തില്ല. ഇവന്റെ ഭാര്യ ആശക്കാണെങ്കിൽ ഞാൻ ബ്ലഡ് കൊടുക്കത്തില്ല. കാര്യം എന്താ? ഞാൻ അവളെ പ്രേമിച്ചോണ്ടിരുന്നപ്പോ അവള് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഊറ്റി മേടിച്ചു. ഇപ്പതേ അവസാനം എന്റെ ചോര ഊറ്റി മേടിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ കുടിക്കല. നിന്റെ ബ്ലഡ് എനിക്ക് വേണ്ട. തരത്തില്ല. നിന്റെ ഭാര്യക്കുന്നില്ല. നിർത്ത്. ഈടാ രക്തദാനം മഹാദാനമാണ്. രക്തദാനം മഹാദാനം. പക്ഷെ ഇവന്റെ രക്തം സ്വീകരിച്ച എന്റെ ജീവിതം സമാധാനം പോകും. ഇതിപ്പോ എന്റെ സമാധാനം പോയല്ലോ. ഇവനെ ഞാൻ കുടിക്കല ബ്ലഡ്. സൈലൻസ് സൈലൻസ്. ആരാ അവിടെ ലേബർ റൂമിന്റെ മുമ്പിൽ കിടന്ന് ബഹളം വെക്കുന്നത്? ശബ്ദിക്കല്ലേ. പള്ളുരുത്തി ഭാഗത്ത് എവിടെയോ ഉള്ള ഒരു സിസ്റ്ററാ. സ്ലാങ്ക് കേൾക്കുമ്പോ മനസ്സിലാവൂലേ? ആശയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണേ. ഓ ഇനിയിപ്പോ അതിന് ഓടണം, കഴിക്കാൻ മേടിക്കാൻ ഓടണോ? നീ പോണ്ട, അതിനല്ലേ ഞാൻ നിൽക്കുന്നത്. ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ആശക്കാണെങ്കിൽ ഗീ റോസ്റ്റ് മേടിച്ചാൽ പറ്റുമോ? കണ്ടോ 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 അവൻ പറഞ്ഞു കേട്ടോ. ആശയ്ക്കാണ് ഗീറോസ്. ഞാനും കേട്ടല്ലോ. അതിനിപ്പോ എന്താ ഗീറോസ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എല്ലാം കുഴപ്പമൊന്നും. ഗീറോസ് എന്ന് പറഞ്ഞപ്പോ അവന്റെ ടോൺ മാറി ശ്രദ്ധിച്ചായിരുന്നു. ഇത് അവീതം ഉണ്ട് എനിക്കിപ്പോ പിടികിട്ടി. അവൻ ഗീറോസ് എന്ന് ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. ശരത്തെ നീ ഗീറോസ് എന്ന് പറഞ്ഞു. ഗീറോസ് എന്താ കുഴപ്പം? ഇതല്ല ആദ്യം പറഞ്ഞ ടോണിൽ മീറ്ററിൽ പറയാൻ പറ. നീ ആദ്യം പറഞ്ഞ മീറ്ററിൽ ഒന്ന് പറഞ്ഞ ഗീറോസ്. ആശക്കാണെങ്കിൽ ഗീ റോസ്റ്റ് മേടിച്ചാൽ ഗീറോസ് എന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖം ടോൺ മാറിയുണ്ടോ? ടോൺ മാറി അവന്റെ. അവന്റെ ടോണിൽ കയറി പിടിക്കുന്നു. ഞാൻ ആശയുടെ ഭർത്താവാ, ഞാൻ ടോണെ പിടിക്കും. വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണേ കൊടുക്കും. വേറെ എന്തെങ്കിലും മേടിച്ചു ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ കിടന്ന് വെറുതെ തർക്കിക്കണ്ട. ഞാൻ ഈ ഗീറോസ് വാങ്ങുന്നില്ല. ഞാൻ പോയി ഇടിയപ്പം വാങ്ങാം. വേറെ പണിയൊന്നുമില്ലേ? ഇടിയപ്പം അവള് കഴിക്കത്തില്ല. അവൾക്ക് ഇഷ്ടമില്ലാത്ത പലഹാരമാണ് ഇടിയപ്പം. വാശി അവൾ കഴിക്കുന്ന പറഞ്ഞാൽ കഴിക്കുന്ന ഭയങ്കര വാശിക്കാരി അവള്. അത്രയ്ക്ക് വാശിയാണോ? ആണോന്നോ? ആശയുടെ വാശി എന്ന് പറഞ്ഞാൽ എന്നാ വാശിയെന്നറിയോ? നിനക്കറിയോ? ആശയുടെ വാശി പിന്നെ എനിക്കറിയാമല്ലേ. യവൻ അറിയുന്നതിന് മുമ്പ് ആശയുടെ വാശി ഞാനാണ് അറിഞ്ഞത്. പിന്നെ നീ പറ, കാര്യം പറ. ഈ ആശയുടെ വാശി എന്ന് പറഞ്ഞൊരു സംഭവം എന്റെ വീടിന്റെ പുറകില് ഒരു 7 ഏക്കർ വിജനമായ പറമ്പുണ്ട്. ആരാണ് ഈ പറമ്പ് മേടിച്ച് വിജനമാക്കിയിട്ടേക്കണത്? വല്ല കൃഷി നടത്താൻ മേലെ. കപ്പ വെക്കാം. കപ്പ വേണ്ട കാടാകും. ഊർക്കനല്ലോ അതാകുമ്പോ പറന്ന് പന്തലിച്ച് തോന്നുന്നു. എവിടെ നിന്നാലും പിടിക്കാൻ പറ്റും. കുട്ടായി എടാ, വല്ലവന്റെയും പറമ്പ് വിജനമായി കിടക്കണേ. നിനക്കെന്താടാ കുഴപ്പം? നീ മിണ്ടരുത്. അപ്പൊ ഈ ആശയുടെ വീടിന്റെ പുറകില് വിജനമായ പറമ്പുണ്ടല്ലോ, അതിന്റെ നടുക്ക് ഒരു മാവുണ്ട്, ചക്കരമാവ്. ഭയങ്കര ടേസ്റ്റായി ചക്കരമാവില് മാങ്ങയ്ക്ക്. ചക്കരമാവുണ്ടെങ്കിൽ ടേസ്റ്റ് മാത്രമല്ല ടിസ്റ്റ് അല്ലേ? നീ പറഞ്ഞോ. അതെ. അപ്പൊ ഈ ആശ എന്നോട് ഒരു ദിവസം പറഞ്ഞു ഈ ചക്കരമാവില് മാങ്ങ പറിച്ചു തന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ മാവിലേക്ക് കയറാൻ തുടങ്ങി. ഇവക്ക് വാശി. ഇവള് പറഞ്ഞു നിങ്ങൾ പറിക്കണ്ട, ഞാൻ പറിച്ചോളാന്ന് പറഞ്ഞു. വാശിയല്ലേ? ഞാൻ എന്ത് ചെയ്തു? ഞാൻ മെല്ലെ അവിടെ ഇരുന്നിട്ട് ആശാൻ എന്റെ തോളത്തേക്ക് കയറ്റി അങ്ങേറ്റു. എന്നിട്ട് മെല്ലെ ആശാനെ ഞാനിങ്ങനെ പൊക്കാൻ ആശ പറഞ്ഞിട്ടാണ് പൊക്കി. ആശാനെ പൊക്കി. ആശ കൈകൊണ്ട് മാങ്ങ പറിച്ചു. അവള് തിന്നു. അതാണ് അവളുടെ വാശി. അത്രയ്ക്ക് വാശിയാണ് അവൾക്ക്. മനസ്സിലായല്ലോ? ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിനി ഒറ്റ കാര്യം മാത്രമേ ഞാൻ. എന്ത് കാര്യം? AM ആണോ BM ആണോ? മനസ്സിലായില്ല. ആഫ്റ്റർ മാര്യേജ് ആണോ ബിഫോർ മാര്യേജ് ആണോ? കല്യാണത്തിന് മുമ്പാണോ പിമ്പാണോ? എടുത്തു നോക്കിയെന്ന് അവനോട് ചോദിക്കും. ഇത് ഞാൻ ചോദിക്കും. ശരത്തെ, ഇതെന്നാ സംഭവം ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞാ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കണു, അവൾ 1ാം ക്ലാസ്സിൽ പഠിക്കണു. എങ്ങനെ? ഞാൻ 5ൽ പഠിക്കണു, അവൾ 1ാം ക്ലാസ്സിൽ പഠിക്കണു. ഈ എടുത്തു പൊക്കി മാങ്ങ പറിച്ചത് തോളത്ത്. ഈ പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എന്തിനാ എടുത്തു പൊക്കിയ? വല്ല കല്ലെടുത്തെറിയേ കമ്പെടുത്ത് കിണ്ടിയുടെ മതിയായിരുന്നു. പക്ഷെ അവളുടെ വാശി. നീ വെറുതെ കിടന്ന് തുള്ളണ്ടാന്ന്. ആ 1ാം ക്ലാസ്സിൽ നിന്റെ ആശ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള വിഷയമാണ്. നീ 1ാം ക്ലാസ് ആണെങ്കിൽ അവൻ അത് മെൻഷൻ ചെയ്യണമായിരുന്നു. മെൻഷൻ ചെയ്യണം. അല്ലാതെ ഞങ്ങൾ ബഹളം വെക്കിയാലും. പിന്നെ കോളേജിൽ പഠിക്കുമ്പോ സ്ഥാനാർത്ഥി നിർത്ത്. കോളേജിലെ കഥ പറയണ്ടെന്ന് പറ. കോളേജിലെ കഥ ഊഹിക്കാലോ? ഊഹിക്കാലോ. കോളേജിലെ കഥ വേണ്ട. കോളേജിലെ കഥ. ഞാനൊരു ഭർത്താവാണോ? കോളേജിലെ കഥ താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ഞാൻ താങ്ങത്തില്ല. എനിക്കറിയാം കുട്ടായി, ഒരു ഭർത്താവിന് താങ്ങാൻ പറ്റത്തില്ല. അതാണ്. പക്ഷെ നിനക്ക് വേണ്ടിയിട്ട് ഞാനത് താങ്ങും. ശരത്തെ പറ, കോളേജിൽ പോയിട്ട്. അവള് കോളേജിൽ പോയി. കോളേജിൽ പോയി. അപ്പൊ നീയോ? ഞാൻ പോയില്ല. എനിക്ക് പോകാൻ പറ്റത്തില്ല. പോകാൻ പറ്റാത്ത? ഞാൻ 10ാം ക്ലാസ് തോറ്റുപോയി. അതുകൊണ്ട് എനിക്ക് കോളേജിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ നീ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ ഞാൻ അപ്പുമേശ്വര കൊടുത്ത് മൈക്കാട് പണിക്ക് പോയി. നീ കോളേജിൽ പോയില്ല? അവള് കോളേജിൽ പോയി.
അപ്പൊ കോളേജിൽ വേറെ സംഭവമില്ല, പിന്നെ എന്തുണ്ടായി കോളേജിന്റെ കഥ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കുത്തി? നമ്മളൊരു സംഭവം പറയാനുള്ള അപ്പൊ ഒരു മൂഡായിക്കോട്ടെ എന്ന് വെച്ചിട്ട് സംഭവം അവന്റെ പറഞ്ഞതാണ്. കോളേജ് മൂഡ്. എടാ നീ ടെൻഷൻ അടിക്കണ്ട, ഇവൻ കോളേജിൽ പോയിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. അവിടെ പോയിട്ടില്ല, അത് അവന് മെൻഷൻ ചെയ്യണം ആദ്യം. അല്ല ഞാൻ പിന്നെ ടെൻഷൻ മെൻഷൻ കൊണ്ട് എന്നാ ഞാൻ ആശാനെ അവസാനമായിട്ട് കണ്ടത് അവളുടെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് രാത്രിയിലാണ്. രാത്രിയിലെ കഥ വേണ്ട. രാത്രിയിലെ കഥ അത് പറയട്ടെ. കല്യാണത്തിന് 2 ദിവസം മുമ്പുള്ള രാത്രിയല്ലേ? എനിക്ക് മനസ്സിലാവും. അത് വേണ്ട പറയട്ടെ, പുള്ളി വേണ്ട, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ലത്. ഏയ് എനിക്കറിയാം, നിനക്കെന്നല്ല ലോകത്തുള്ള ഒരു ഭർത്താവിനോ സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ കുട്ടായി നിനക്ക് വേണ്ടിയിട്ട് ഞാനത് സഹിക്കും. ശരത്തെ പറ, രാത്രി 2 ദിവസം മുമ്പേ എന്ത്? അവളുടെ കല്യാണം 2 ദിവസം മുമ്പ് രാത്രിയിലെ ഞാനിങ്ങനെ വീട്ടിൽ കിടക്കുവാണ്. എനിക്ക് കിടന്നിട്ട് എനിക്ക് കിടപ്പറക്കണില്ല. ഇങ്ങനെ കിടക്കും, ലോകത്ത് ഒരു കാമന്മാരും ഉറങ്ങാൻ പറ്റത്തില്ല. അതെ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. 11 മണിയായപ്പോ മെല്ലെ എന്റെ ബൈക്ക് എടുത്ത് ബൈക്ക് ന്യൂട്രലാക്കിയിട്ട് ഞാൻ കവലയിലേക്ക് പോയി. ഡിമാൻ ചാത്തായി കഴിഞ്ഞ ശബ്ദം ഉണ്ടാവും, അതാരും കേൾക്കാതിരിക്കാനല്ലേ. അതല്ല, പിന്നെ ബൈക്കിൽ പെട്രോൾ ഇല്ലായിരുന്നു. ആ സമയത്തെങ്കിലും ഒരു 100 രൂപ പെട്രോൾ അതിനകത്ത് അടിച്ചിട്ടുണ്ടാ. അതെ. പക്ഷെ ഈ ബൈക്കും കൊണ്ട് സാറ് എങ്ങോട്ട് പോയത്? ഞാൻ ബൈക്ക് എടുത്ത് നേരെ ഈ ആശയുടെ വീടിന്റെ പറ്റ തന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഞാൻ ഈ ബൈക്കും തള്ളി നേരെ ആശയുടെ വീടിന്റെ ആ ജംഗ്ഷനിൽ ചെന്ന് ബൈക്ക് സ്റ്റാൻഡേ വെച്ചു. ഓക്കെ, ആയിക്കോട്ടെ. സ്റ്റാൻഡേ വെച്ച് കഴിഞ്ഞപ്പോ എവിടുന്നാന്നറിയാൻ മേല പെട്ടെന്ന് ഒരു ചാറ്റൽ മഴ അങ്ങ് പെയ്തു. ഈ അവിഹിതത്തിനിടക്കൊക്കെ ഈ നാറിയ മഴ വരും. ചാറ്റൽ മഴ പെയ്തോണ്ട് കൂടുതൽ തന്നെ എവിടുന്നോ ഒരു കുളിർക്കാറ്റ് അങ്ങ് അടിച്ചു. എടാ നീ അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മസാല ദോശ വാങ്ങിക്കുമ്പോ ഒരു വട കിട്ടും പോലെ ചാറ്റൽ മഴ ഉള്ളപ്പോ ഒരു കുളിർകാറ്റം ഉള്ളതാ. ബാക്കി പറ. അതെ, അങ്ങനെ ഞാൻ നിൽക്കുമ്പോണ്ടല്ലോ പെട്ടെന്ന് ഒരു ചെറിയൊരു ഇടിമിന്നലും ഒരു ഇടിവെട്ടും. അപ്പൊ ആ ഇടിമിന്നലിന്റെ ആ നേരിയ വെളിച്ചത്തിലുണ്ടല്ലോ ഞാൻ ആശയെ കണ്ടു. സ്റ്റോപ്പിട്ടു. ഞാൻ പറയാൻ മിണ്ടിപ്പോന്ന് പറഞ്ഞു കേട്ടാ. ശരത്ത് പറ, നീ ഇടിമിന്നലില് ആശയെ കണ്ടിട്ട്? ആശയന് അന്നേരം എനിക്കൊരു ദേവതയെ പോലെ തോന്നി. കിട്ടാത്ത സാധനം അല്ലെങ്കിലും നമുക്ക് ദേവതയായിട്ട് തോന്നും. അപ്പൊ ഉണ്ടല്ലോ, അപ്പൊ ആശയുടെ അച്ഛനും അമ്മയും കൂടെ എന്റെ മുമ്പിൽ ഒരു കാറിൽ ഇങ്ങനെ പാസ് ചെയ്ത് അവരുടെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഞാനിവിടെ നിൽക്കണം, അവര് പാസ് ചെയ്ത് അവരുടെ വീട്ടിലോട്ട് പോയി. നീ പറയാ പോയാ? പെട്ടെന്ന് തന്നെ എന്നിലെ കൗശലക്കാരൻ അങ്ങ് ഉണർന്നു. ഇനി വേണ്ട, കൗശലക്കാരനുണ്ടെങ്കിൽ നിർത്തിക്കുവാ. ഞാൻ പറയാൻ മിണ്ടി പോരെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴെങ്കിലും ഉണർന്നല്ലോ. ഉണർന്നു. പറ. കൗശലക്കാരൻ ഉണർന്നു. അപ്പൊ തന്നെ ഞാൻ ബൈക്കിൽ കയറി. ബൈക്കിൽ കയറിയപ്പോ മഴയാണല്ലോ. ആ മഴ നനഞ്ഞ് ബൈക്കും തള്ളിക്കൊണ്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് പോയി. എവിടെ പോയി? എന്റെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് ഭയങ്കര ദേഹവേദനയും പനിയും. നിനക്ക് വെറും പനിയല്ല, നിനക്ക് ടൈഫോയിഡ് പറഞ്ഞ ടൈഫോയിഡ്. അതേപോലത്തെ ചെയ്താ നീ എനിക്കിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പറഞ്ഞങ്ങ് മോളിക്കൊണ്ട് വെച്ചിട്ട് ഒറ്റ ഇടക്കവനും ടൈഫോയിഡ് പനി ഉള്ളത്. നീ ടെൻഷൻ അടിക്കണ്ട, കാറ്റും കോളേ ഉള്ളൂ, അത് പെയ്യത്തില്ല. മനസ്സിലായ? പിന്നെ ഞാനും ആശയം നീ പിന്നെ കണ്ടിട്ടില്ല. അംബരീഷ് അളിയൻ. ഹലോ അളിയാ, വാർഡൊന്ന് പറയളിയാ. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞു കൊടുത്തത് സ്ഥാനാർത്ഥി ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ സാബുവാണ് സ്ഥാനാർത്ഥി. പറഞ്ഞ വാർഡ് പറ. 14. പിന്നെ ഞാൻ മത്സരിക്കുന്ന വാർഡ് 14. ഇങ്ങോട്ട് നിങ്ങളുടെ വാർഡാണോ ചോദിച്ചത്? പിന്നെ ആശുപത്രി പറഞ്ഞു കൊടുക്കും. അളിയാ, അളിയൻ ഇപ്പൊ എവിടെ നിൽക്കണേ? ഞാൻ 9ാമത്തെ നിലയിൽ നിൽക്കണ അളിയാ. 9? അളിയാ 4 അളിയാ, പിന്നെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്, തേങ്ങ അരച്ച് ഞാൻ ഒലത്തിയിട്ടുണ്ട്, വേണോ? പൊന്നളിയാ, ഫോണിൽ കൂടി ഇട്ട് ഒലത്താതാ, ഒലത്തിയതായിട്ട് ഇങ്ങോട്ട് കേട്ടോ. ശരി അളിയാ. കുട്ടായേ, ഇവിടെ ഈ പ്രസവം കാര്യങ്ങളൊക്കെ ഒരുപാട് സമയം എടുക്കുമെന്നാ തോന്നുന്നത്. നമുക്കൊരു ഓട്ടോ വിളിച്ച് പെട്ടെന്ന് പോയി ഓട്ടോ ഇട്ടിഞ്ഞ് വന്നാലോ? അത് വേണ്ട, ഇവിടെ മാറിക്കഴിഞ്ഞാൽ ആശയുടെ ആളിനെ തിരക്കുമ്പോ ഞാനിവിടെ വേണ്ടേ? അത് ചരത്തുണ്ടല്ലോ. അത് ശരി, കുറുക്കന്റെ കയ്യിലാണോ കുടലിൽ ഞാൻ കൊടുക്കുന്നത്? ആശയുടെ ആളാരാ? നീ എവിടെ പോണു? ആശയുടെ ആളാരാണ്? ആശയുടെ ആള് ഞാനാ കേട്ടോ. അതെ, അവനാ. നീ എന്തിനാ ഇതിന്റെ ഇടയിൽ ചാടിക്കറി? നീ കൊടുക്കാൻ വന്നേ. ആശയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വന്ന. അപ്പൊ ആശയുടെ ആള് ഞാനല്ലേ? ബ്ലഡ് കൊടുക്കണമെങ്കിൽ നേഴ്സ് ബ്ലഡ് മെൻഷൻ ചെയ്യും. അപ്പൊ നീ സ്ഥാനാർത്ഥി എനിക്ക് കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കേട്ടോ, അവൻ ചാടി എഴുന്നേറ്റുണ്ട്. ഞാൻ പറയട്ടെ, ഇവന്റെ മനസ്സ് മുഴുവൻ ആശ. ആവശ്യമില്ല വിഷയം ഉണ്ടാക്കില്ല. അവൻ ബ്ലഡ് കൊടുക്കാൻ വന്നതാ. അവന്റെ മനസ്സ് മുഴുവൻ ആശ എനിക്കറിയാം. അവന്റെ അഭിഹിതമുണ്ട്, അവന്റെ മുഖത്തുണ്ട്. ഞാൻ ചോദിക്കാം. ചേർത്തെ, ഞാനൊരു കാര്യം ചോദിക്കും, സത്യം പറയണം. നിങ്ങൾ ചോദിക്കും, പറയാം. നിന്റെ മനസ്സിൽ ആശയുണ്ടോ? എന്റെ മനസ്സിൽ ആശയുണ്ട്. വളരെ മോശമാണ് ശരത്തെ. ഇത്രയും നേരം ഞാൻ ഇതെല്ലാം സഹിച്ചു. ഇവിടെ അവള് നീ പണ്ട് ചെറിയ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഓക്കെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു ഭാര്യയാണ്, പ്രസവിക്കാൻ വേണ്ടി അകത്ത് കിടക്കുന്നത്. ഈ സമയത്തും കൂടി നീ അവളെ മനസ്സിൽ ആശയായിട്ട് വെച്ചോണ്ടിരിക്കാൻ മോശമല്ലേ? ആര് അവളൊന്നും എന്റെ മനസ്സിലില്ല. പിന്നെ എന്റെ ആശാന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഗൾഫിൽ പോകണം, ഒരു ജോലി വേണം, പെണ്ണ് കെട്ടി അവിടെ സെറ്റിൽ ആവണം. അതാണ് എന്റെ ആശ.
ആഗ്രഹത്തിന്റെ പര്യായമാണ് ആശ, മോഹം. പര്യായം പോലും അറിയാൻ മേല. ഈയിടെ കുറെ പര്യായം ഇറക്കുന്നുണ്ട് ഇവൻ ഈയിടെ. ആണല്ലേ? നീ ഇതൊക്കെ കണ്ടിട്ട് ടെൻഷൻ അടിക്കുന്നത്? അളിയ ഇത് എവിടെ അളിയ? ഞാൻ 14ാമത്തെ നിലയിൽ ഇരിക്കണയാ. 14ാമത്തെ നില? ഓ, എന്റെ അളിയ ഈ ഹോസ്പിറ്റലിന് 9 നിലയേ ഉള്ളൂ. അയ്യോ, ഞാൻ 14ാമത്തെ നിലയിലാണ് ഇരിക്കണത്. എന്റെ അളിയന് ഇത് ഏത് ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്? ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില്. തിരുവനന്തപുരത്തോ? ഓ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിൽക്കണം. ഞങ്ങൾക്ക് ചോറ് അളിയന്തര തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി നിൽക്കുന്നത്. അളിയനെ ഏത് മെഡിക്കൽ കോളേജിൽ എന്റെ അടുത്ത് മെൻഷൻ ചെയ്യണമായിരുന്നു. പെൻഷന്റെ ആളാണല്ലേ? അയ്യോ, ആ. ഞാൻ വന്നിട്ട് ചോറ് കഴിക്കാവേ. ആ കൊണ്ടുപോകാനാ. ഈ സമയത്ത് ഇനി വന്നിട്ട് എനിക്ക് വായിക്കരി ഇടാ ചോറ്. ദൈവമേ, ഇനി 10 മിനിറ്റേ ഉള്ളൂ ഇലക്ഷൻ. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ മിക്കവാറും ഇപ്രാവശ്യം ഇലക്ഷന് തോക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ നിന്റെ വാർഡിൽ ഞാൻ നിൽക്കത്തില്ല. ഞാൻ 7ാം വാർഡിൽ ചെന്ന് നിൽക്കും. അപ്പൊ നിന്റെ അടുത്തൊക്കെ വന്ന് വോട്ടിന് തെണ്ടേണ്ട ആവശ്യകത ഇല്ലല്ലോ. ആവശ്യം വരുമല്ലോ. എങ്ങനെ? ഞാൻ പുതിയ വീട് വെക്കുന്നത് ഈ പറഞ്ഞ 7ാം വാർഡില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ തോറ്റ്. അപ്പം ഞാനേ നിക്കണോ? നീ നിക്കാതിരിക്കുക എന്തോ ചെയ്യും. പക്ഷെ ഇവന്റെ വാർഡിൽ നിന്നാ നീയും തോക്കും. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. സ്കിറ്റിലുപരി ഗംഭീര സ്ക്രിപ്റ്റ് ആയിരുന്നു. 3ഓ 4ഓ കഥയാണിത്. ഒന്ന് കാമുകന്റെ വിലാപം, ഒന്ന് ഭർത്താവിന്റെ വിലാപം, ഒന്ന് മെമ്പർ വിലാപം, സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയുടെ. അവൻ 3 പേരുടെ കഥ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാളൂടെ ഉണ്ട്, അളിയൻ. 4 പേരുടെ കഥയാണിത്. വളരെ മനോഹരമായി ഈ 4 കഥകളും ഇതിന് സൂട്ടബിളുമാണ്. ഒരാളില്ലെങ്കിൽ പോലും നമ്മുടെ അയാളുടെ പ്രസൻസ് എത്രയും പെട്ടെന്ന് വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് പുറത്തു നിന്ന ക്യാരക്ടർ ഈ അളിയൻ. അളിയൻ്റെ പേരെന്തായിരുന്നു? അംബരീഷ്. നല്ല പേരുവാ. ഗംഭീര സ്ക്രിപ്റ്റ്. സജി ഫസ്റ്റ് ടൈമാണ് ഇവരുടെ കൂടെ അല്ലേ? എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ? കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യത്തിലാ. ഇവരല്ലേ പറയേണ്ടത്. ഇവർ രണ്ടും ഇപ്പോഴും ഉണ്ടല്ലോ. ഞാൻ ഇവരോട്ട് വന്ന് ചേർന്നില്ലേ. അപ്പൊ ഇവരല്ലേ പറയേണ്ടത്. ഭയങ്കര എനിക്ക് സന്തോഷമാ. സജി നല്ല സപ്പോർട്ടിങ് ആയിരുന്നു അവർക്ക്. കാര്യം അവരുടെ ഒരു മീറ്റർ എന്താണെന്ന് സജിക്ക് ഏകദേശം അറിയാം. ഞാൻ അറിയാം. പക്ഷെ അതിനുള്ള ശ്രമമായിരുന്നു ഈ സ്കിറ്റ്. സത്യം പറഞ്ഞാൽ ഇതിന്റെ സെന്റർ സജി ആയിരുന്നു ഇന്ന് കളിച്ചത്. അതെ, സജിയാണ് ഇവർ രണ്ടുപേരെയും അടുപ്പിക്കുന്നത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. നല്ല രസമായിട്ട് നിങ്ങൾ 3 പേര് ചോദിച്ചത്. പോൾസൺ നല്ല രസമായിരുന്നു കേട്ടോ. ആ കാമുകൻ നിഷ്കളങ്കനായ ഒരു മനസ്സിലെ ശുദ്ധത മാത്രം ഒളിപ്പിച്ച് വെച്ച് വന്ന ഒരു കാമുകനായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഭർത്താവിൻ്റെ നീറ്റൽ എന്താണെന്ന് നമുക്കറിയാം. അത് വളരെ മനോഹരമായിട്ട് ആ ലേബർ റൂമിൻ്റെ മുമ്പിൽ തന്നെ നിങ്ങളിത് കൊണ്ടുവന്നല്ലോ എന്നുള്ള ഈ കഥയെ ഭയങ്കര രസമായിട്ട് 3 പേരും പ്ലേ ചെയ്തു. ഗംഭീരമായിരുന്നു. നല്ല കൗണ്ടറുകളാണ് ഉള്ളതെല്ലാം. ഒന്നും മോശമായിട്ട് പറയാനില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്രസാദേട്ടാ? ഒന്നും പറയാനില്ല. എല്ലാവരും 3 പേരും ഗംഭീരം തകർപ്പനായിരുന്നു കേട്ടോ. കട്ടക്ക് നിൽക്കുന്നു. എവിടെയെങ്കിലും ഒരു സെക്കൻഡിലൊരു ലാഗ് ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിട്ടും എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ 6th ഗിയറിൽ നിങ്ങളങ്ങ് തുടങ്ങിയിട്ട് തീരണ വരെ അങ്ങ് 6th ഗിയറിൽ തന്നെ പോയി. ഒരു ഗ്യാപ്പും വന്നില്ല. നല്ല കൗണ്ടർ. ഒരുപാട് നാളുകൾക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ലേബർ റൂമിന് മുമ്പുള്ള ടെൻഷൻ. പക്ഷേ ആ ടെൻഷൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ പോലെ 3 കഥാപാത്രങ്ങളുടെ ടെൻഷനും കൂടെ ഒരുമിച്ച് ചേർത്തു എന്നുള്ളതാണ് നിങ്ങളുടെ ആ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ പവർ. ഇതിനെക്കുറിച്ച് ഇനി ഓരോ കൗണ്ടർ ഏതൊക്കെയായിരുന്നു, അത് ഓരോ ഇന്ന സീൻ നന്നായിരുന്നു, ആ കൗണ്ടർ നന്നായിരുന്നു എന്ന് എടുത്ത് പറയുന്നില്ല. കാരണം തുടക്കം മുതൽ അവസാനം വരെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇലക്ഷൻ്റെ ഈ കാലഘട്ടത്തിൽ ഇലക്ഷൻ്റെ പല സ്കിറ്റുകളും വന്നിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ അതിന് പറ്റിയ സാധനം. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും പോയിട്ടില്ല. എന്നാൽ അത്യാവശ്യം പഴയ കഥകളിലോട്ട് നമ്മളും പ്രതീക്ഷിച്ചു. പഴയ കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷ. ബാസിക്കാണെങ്കിൽ ടെൻഷൻ, പറയുമോ എന്നുള്ള ടെൻഷൻ, നമ്മളൊന്ന് കേൾക്കാനുള്ള ആഗ്രഹം. അങ്ങനെ കേട്ട് അവിടെ കൊണ്ടുവന്ന് പൊളിച്ചുകളയും. വീണ്ടും അടുത്ത കാര്യം, മാങ്ങ പറിക്കലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ മാങ്ങ എടുക്കൽ സ്ഥലത്ത് ഒന്നും സംഭവിച്ചില്ല. അവസാന ദിവസം നമ്മൾ കണ്ടല്ലോ, 2 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഒന്ന് കേൾക്കാമെന്ന്. അവിടെയും നമ്മളെ ചിരിച്ചു കളഞ്ഞു. അത് ഓഡിയൻസ് മുഴുവൻ അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നിട്ട് മാർക്ക് കുറവ് കൊടുക്കരുതട്ടാ. അതിനാണല്ലോ ആ ആകാംക്ഷയായിട്ട് നമ്മളെ കയറ്റി കൊണ്ടുപോയതിനാണല്ലോ മാർക്ക് എന്ന് പറയുന്നത്. ഗംഭീരമാണ് കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. പോൾസാ, ബാസി, സജി ഗംഭീരായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ലേബർ റൂം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കണ്ടന്റ് ഇത്തിരി പഴയതാണെങ്കിലും ഇതിൻ്റെ കൗണ്ടറുകൾ ആദ്യം തുടങ്ങി അവസാനം വരെ ഫ്രഷായിരുന്നു. അത് നിങ്ങൾ സമ്മതിക്കണം. കാരണം നമ്മൾ പഴയതിലോട്ടൊക്കെ പോകാൻ സാധ്യത ഉള്ള ഒരു കണ്ടന്റ് ആയിരുന്നു. ഒരിക്കലും പഴയതിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ 3 പേരെ മീറ്റർ ഭയങ്കര ഹൈ പിച്ചായിരുന്നു.
അത് അവസാനം വന്നപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സ്കിറ്റിനെ ഗുണം ചെയ്ത്. എല്ലാം പുതുപുത്തൻ കൗണ്ടറുകളാണ്. അത് നിങ്ങൾ എനിക്ക് തോന്നുന്നു കണ്ടന്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ സാധനങ്ങളൊന്നും പാടില്ല എന്ന് നിങ്ങളല്ലേ മനസ്സുകൊണ്ട് ഉറച്ചെടുത്തൊരു തീരുമാനമായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരു പഴയ ആക്ഷൻ പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഇയാളുടെ രക്തത്തിൽ ഒരു കുഞ്ഞു വേണ്ട, ഒരു ബ്രില്യന്റ് കൗണ്ടറായിരുന്നു കേട്ടോ. അതുപോലെ കുറേ തമാശകളുണ്ട്. പറയണമെങ്കിൽ ഇപ്പൊ ഒരുപാട് കൗണ്ടറുകൾ നമ്മൾ ആദ്യം തുടങ്ങി അവസാനം വരെ പറയണം. അത് എനിക്ക് തോന്നുന്നത് അത് പറയാൻ പറ്റില്ല. കാരണം ആദ്യം തുടങ്ങി അവസാനം വരെ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ഈ ക്ലൈമാക്സ് ഉൾപ്പെടെ നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു. എന്തായാലും ഉഗ്ര സ്കിറ്റ് ആയിരുന്നു കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്, അടിപൊളി. അപ്പൊ മാർക്ക് കൊടുക്കാം അല്ലേ? കൊടുക്കാം. അപ്പൊ ഇക്ക് കൊടുക്കോ ഞാൻ കൊടുക്കോ? ഞാൻ കൊടുക്കാലോ. ആ അപ്പിക്കുള്ളൂ. ഞാനൊരു 22,000 രൂപ. ഒട്ടും കുറക്കുന്നില്ല. ഞാനും 22,000 രൂപ. അപ്പൊ ടോട്ടൽ 44,000 രൂപ. ബാക്കി പ്രസാദം ഞാൻ അവിടെ കൊടുക്കണ്ടേ? സിൽവർ. സജി മോങ്ങോടൊന്ന് തുടങ്ങാം. സജി എങ്ങനെയുണ്ട്? എന്താണ്? വളരെ സന്തോഷം. അത് പിന്നെ എപ്പോഴും പറയണേ, വേറെ പറയും. സന്തോഷം എപ്പോഴും ഉണ്ടാവുമല്ലോ. അതെ, എങ്കിലും പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരെ കൂട്ടത്ത് ആദ്യമായിട്ട് വന്ന സംഭവം സിൽവർ ആയാലും ഭയങ്കര. എനിക്ക് ഒരേ ഒരു സംഭവമാണ് ഞാൻ കയറിയപ്പോഴും പറഞ്ഞായിരുന്നു, എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു സംഭവം ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയാണ്, മിസ്സാവാതെ പോകണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം. സജിയാണ് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് രണ്ടുപേരും ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു പറയാം. ആ സജി ഇത്തിരി താന്നു പോയിരുന്നെങ്കിൽ മൊത്തം പോകുമായിരുന്നു. സജി ആ പവറിൽ നിന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും. സജിക്കാണ് ഒരുപാട് ആവശ്യങ്ങൾ ഇതിലുള്ളത്. അതെ അതെ, അതാണ്. സജിക്ക് ഞങ്ങൾ പണി കൊടുത്തതാണ്, മനസ്സിലായില്ല. സജി ഒരു സപ്പോർട്ടിംഗ് ആയിട്ടല്ല വന്നത്. 3 പേരും തുല്യത അർഹിക്കുന്ന സ്കിറ്റാണിത്. സന്തോഷം. പിന്നെ സജി വന്നിട്ട് സജിക്ക് ടെൻഷൻ. രണ്ട് ടൈപ്പ് കളിയല്ലേ. സജി ഒരു തിരുവനന്തപുരം ശൈലിയും, നമ്മള് കോട്ടയം എറണാകുളം സൈഡ്. കോമഡിക്ക് ഭാഷയില്ല. അല്ല, സജിക്കൊരു പേടി. അതുകൊണ്ട് നമ്മുടെ 2 മീറ്റർ തെറ്റി പോകുന്നു. കറക്റ്റ് മീറ്റർ ആയിരുന്നു സജി. പാപ്പാല തിരുവനന്തപുരംകാരനല്ലേ എന്തോ. സജി തെറ്റിക്കുമെന്ന് സജിക്ക് പേടി, ഞാൻ തെറ്റിക്കുമെന്ന് എനിക്ക് പേടി. നിങ്ങൾ തെറ്റിക്കുമെന്ന് ഞങ്ങൾക്ക് പേടി. എനിക്കിപ്പോ ഇനിയിപ്പോ പുള്ളിയുടെ വൈഫ് പ്രസവിച്ചു, കാമുവിനിപ്പോ സന്തോഷിക്കാൻ പറ്റിയല്ലോ. സന്തോഷം. സജിയുടെ കൂടുതൽ ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്ന കാര്യമുള്ള. ഇപ്പൊ പോൾസിനൊക്കെ ഉണ്ടല്ലോ അത്. അതെ അതെ. ഈ ലേബർ റൂമായിട്ട് എന്തെങ്കിലും അവന് 2 കുട്ടികളുള്ളതല്ലേ? അല്ലല്ല, അതല്ല. ബ്ലഡ് കൊടുക്കാൻ പോയിട്ടുണ്ടോ? ബ്ലഡ് കൊടുക്കാൻ ഞാൻ പോയിട്ടില്ല. ഇതുവരെ പോയിട്ടുണ്ട്. ഒരുപാട് പോയിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. നമ്മൾ ഫ്രൂട്ടിക്കൊക്കെ പോയിട്ടുണ്ട് നേരത്തെ. സ്ഥിരം അതിന്റെ ഒരു പ്രവർത്തകനൊക്കെയാണ്. കൊടുക്കാനല്ല, ഫ്രൂട്ടിക്ക് പോയതാന്ന്. കൊടുക്കൂല. പണ്ട് ഞാനൊക്കെ കൊടുത്തിരുന്നു. അന്ന് ഫ്രൂട്ടി കിട്ടുമായിരുന്നു. ഇപ്പോഴുണ്ടാ? പിന്നെ ജ്യൂസ് കിട്ടും, മറ്റേ എന്താണ് മുന്തിരി ജ്യൂസ് കിട്ടുമായിരുന്നു. അന്ന് മുന്തിരിയാണ് അന്ന് കുറെ ഉള്ളത്. ചിലർക്ക് പേടിയുണ്ട്, പക്ഷെ അത് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് വേണം, ചെയ്യേണ്ട കാര്യമാണ് ബ്ലഡ്. അത് ഒരു മെസ്സേജ് ആയിട്ട് തന്നെ എടുക്കണം. രക്തദാനം മഹാദാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. നമ്മളും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണത്. അത് ഒരു മെസ്സേജ് ആയിരുന്നത്, നല്ലൊരു മെസ്സേജ് ആയിരുന്നത്. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം കാണാം. ഇത് ഗംഭീരമായിരുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് ഗംഭീരമാക്കണം കേട്ടാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് അല്ലേ ചേട്ടാ? ഓക്കെ. അപ്പൊ അടുത്ത് നമുക്ക് ഒരു ഡബിൾ MA ടീം വന്നിട്ടുണ്ട്. ഡബിൾ MA മണിക്കുട്ടൻ, മായ, അമൽ. ഉഗ്രൻ ടീമാണ്. ഡബിൾ MA. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ. ഹലോ പ്രജിലാലേ. പറയടാ അല്ലയ്യ, ഞാൻ നിന്നോട് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ നീ എന്നോട് എന്താ പറഞ്ഞേ? നീ കുറെ കൊണ്ടുവരുമെന്ന് അല്ലേടാ? എന്നാ ഞാൻ കൊണ്ടുവന്നടാ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഉറക്കം കെടുത്തുന്ന കമ്പിളി പതപ്പ്. തന്നെ നിനക്കൊരു കാര്യം അറിയാമോ? ഈ ഡിസ്ക് കംപ്ലീറ്റ് VCD പ്ലെയറിനെ കയറി ഇറങ്ങിയിട്ടാണ് എന്റെ കയ്യിൽ കിട്ടിയത്. അളിയാ, എനിക്ക് കൂടെ തരാവോടാ? നോക്കിയിരിക്കണം, നിനക്ക് ഞാൻ തരത്തില്ല. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ അളിയ, ഇന്ന് അളിയനും പെങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ് കല്യാണത്തിനാന്ന് പറഞ്ഞ് പോകും. അപ്പൊ ഞാൻ കള്ള വയറുവേന എടുത്ത് ഇവിടെ ഇരിക്കും. അങ്ങനെ കാണാനാണ് എന്റെ ഉദ്ദേശം. എടാ മിടുക്കാ. എടാ, ഞാനിന്ന് വൈകുന്നേരം വന്ദനം സിനിമ കാണാൻ പോകുന്നുണ്ട്, വരുന്നോ? അയ്യോ, വന്ദന സിനിമ ഞാൻ കണ്ടടാ, ഞാൻ വരുന്നില്ല.
അതിനകത്തുണ്ടല്ലോ ഈ മറ്റേ നായിക മോഹൻലാൽ ഒന്നിക്കത്തില്ലടാ. ഒരുമാതിരി വൃത്തികേട് പറയരുത്. എടാ ഞാൻ വൈകുന്നേരം പടം കാണാൻ പോകുമ്പോ നീ കഥ പറയുന്നത് എന്തിനാണ്? അളിയ നീ ആവശ്യമില്ലാതെ ചൂടാവുന്നുണ്ട് കേട്ടോ. നീ പറഞ്ഞു കേട്ടതൊന്നും ഞാൻ നിന്നോട് പറഞ്ഞു നെടുമുടി വേണു അതിലെ വില്ലെന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? എടാ വൈകുന്നേരം പടം കാണാൻ പോകുമ്പോ എനിക്ക് സൂഹിക്കത്തില്ല. ആവശ്യമില്ലാതെ നീ ചൂടാവുന്നത്. ഞാൻ നിന്നോട് പറയുവാണ്, നെടുമുടി വേണു വെച്ച ബോംബ് മോഹൻലാൽ നിർവീര്യമാക്കി എന്നുള്ള സാധനം നിന്റെ അടുത്ത് പറഞ്ഞ നീ എന്നോട് ചൂടാവും. ഒരുമാതിരി പോക്കത്തരം പറയരുത്. ഇനി ആ പടം കണ്ടിട്ട് ഒന്നിനും കൊള്ളത്തില്ല. അല്ലെങ്കിലും ആ പടം കണ്ടിട്ട് കാര്യമില്ല, ടിക്കറ്റ് വില കൂട്ടി. ഓ സിനിമ 6 രൂപയാക്കി. കാശുണ്ടാക്കും. ആ അത് തന്നെ. ഞാനെന്നാലേ പോയി സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ചിത്തും കാറ്റേ കൊതിച്ചിപ്പും കാറ്റേ ചിഞ്ചക ചക്കം ചക്കം ചിഞ്ചക ചക്കം മണിത്തുമ്പപ്പൂവിൻ തേനും തായോ ചിഞ്ചക ചക്കം ചക്കം ചിഞ്ചക ചക്കം ഓലോലം പട്ടി. എടാ 5000 രൂപ എന്റെ കയ്യിൽ 7-ാം തീയതി കൊണ്ടുവച്ചേരെന്ന് പറഞ്ഞില്ലാടാ. പിന്നെന്താടാ കൊണ്ടുവരാത്തത്? എടാ വാക്കിന് വില വേണോടാ. എസ് ഐ ചന്ദ്രശേഖരൻ പിള്ളയടിക്കാണ് നിന്റെ കളി, മനസ്സിലായല്ലോ? 5000 രൂപ ഇന്ന് ഇവിടെ കൊണ്ട് നിന്റെ കയ്യിൽ വെച്ചില്ല, നിന്റെ കൂമ്പി ഞാൻ അടിച്ചു പാട്ടും, മനസ്സിലായടാ? കടം കിടക്കുമ്പോ ഓർക്കണം ഇതുപോലെ ഒച്ചപ്പാടുണ്ടാക്കേണ്ടി വരുമെന്ന്. കടം ചോദിച്ചെന്ന് ആര് പറഞ്ഞു? അപ്പൊ നിങ്ങൾ കടം കൊടുത്തതല്ലേ? കടം കൊടുത്തതല്ല, കടം ചോദിച്ചതാണ്, വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു. വാങ്ങിക്കാനോ? എന്തുവാ എന്റെ ചാപ്പി ഇത്? ഒരു 5000 രൂപ ഇന്ന് 7-ാം തീയതി എന്റെ കയ്യിൽ കൊണ്ടുവരാന്ന് ഒരുത്തൻ പറഞ്ഞാണ്. ചോദിച്ചപ്പോ അവൻ പറയാ അവന്റെ കൊച്ചു മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്, ഒരു മനുഷ്യത്തൊക്കെ വേണ്ടത്. വൃത്തികെട്ടവൻ. കഷ്ടമുണ്ട് ചാപ്പി, കഷ്ടമുണ്ട്. നീ ഇങ്ങനെ ചാപ്പി ചാപ്പി എന്ന് വിളിക്കല്ലേ, ആൾക്കാർ കേൾക്കുമ്പോ ഞാൻ ഒരു എസ് ഐ എല്ലാരും. പിന്നെ ചന്ദ്രശേഖര പിള്ള ചേട്ടാ എന്ന് നീട്ടി വിളിക്കാൻ പറ്റുമോ? ഒന്നാമത് 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് എന്റെ സ്ലങ്ക് സ്ലിപ്പാവും. അതും ഫ്ലിപ്പായി. അതും സ്ലിപ്പായി. അതാ പറഞ്ഞേ, എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചാപ്പീന്ന് വിളിക്കുന്നത്. വേഗം റെഡിയാവും, വേഗം റെഡിയാവും. റെഡിയായി കല്യാണത്തിന് മുമ്പ് ആകെ ഒരു ബസ് ഉള്ളേ, അത് 10 മണിക്ക് പോയാ പിന്നെ മിസ്സാവും. അയ്യോ ശരിയാണല്ലോ, ഞാൻ മറന്നുപോയി. വാ പോവാ. ഞാൻ തോക്കും കൂടെ എടുത്താലോ? ഞാൻ ഒലക്കെടുത്താലോ? പിന്നല്ലാതെ എന്റെ പൊന്നിയേട്ടാ, നിങ്ങൾ എന്തിനാ എല്ലായിടത്തും ഇങ്ങനെ തോക്കും കൊണ്ടുപോണത്? ശരിയല്ല, ഞാൻ എസ് ഐ ആണെന്ന് മറ്റുള്ളവരൊക്കെ എന്റെ വീട്ടുകാർക്ക് അറിയാം നിങ്ങൾ ഒരു എസ് ഐ ആണ്. അതെ. നീ തോക്കും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരു കാര്യമില്ല. പ്ലേറ്റ് എടുക്ക്. അത് ശരിയാ, അവിടെ ചെല്ലുമ്പോ ബൊഫേ ആണെങ്കിൽ പ്ലേറ്റ് 2 വേണ്ട, നിനക്ക് എടുക്കാം. എന്തിന് പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു? പ്ലേറ്റ് അല്ല, പ്ലേറ്റ് എടുത്തു തരാൻ. എന്താ ഇവിടെ ഒരു എസ് ഐ പെണ്ണുമ്പിള്ളയുടെ പ്ലേറ്റ് പിടിക്കുക. ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യയുടെ പ്ലേറ്റ് പിടിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. കാണുന്നവർക്ക് പെൺകൊന്നാണെന്ന് തോന്നും, പക്ഷെ സ്നേഹമാണ് നമുക്കെല്ലാം അറിയത്തുള്ളൂ. ചേട്ടന്റെ ഒരു കാര്യം. ഇത് ഇട്ടിട്ടാണേ. അതെ, ആരാടി ഈ പ്ലേറ്റ് കണ്ടുപിടിച്ചത്? ഏതെങ്കിലും ഭാര്യമാരെ പേടിയുള്ള പെൺകോന്തന്മാരായിരിക്കും. പ്ലേറ്റ് പിടി. പിന്നെ ചേട്ടൻ എങ്ങനെ എത്ര മനോഹരമായിട്ട് ഈ പ്ലേറ്റ് പിടിക്കുന്നേ? അതൊരു കഥയാടി. പറഞ്ഞോണ്ട് ചെയ്താ മതി. ചേട്ടാ കിടന്ന് ചെയ്യുവാണെങ്കിലേ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് നല്ലോണം കിട്ടും. അതെ അതെ. ഞാന് കോളേജിൽ പഠിക്കുന്ന സമയം റീന എന്നും പറഞ്ഞൊരു പെങ്കൊച്ച്, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. നമ്മൾ ഈ പെങ്കൊച്ചുങ്ങളെ ഒന്നും അത്ര ശ്രദ്ധിക്കത്തില്ലല്ലോ. നല്ല തുടുത്ത കവിള്, നീല കണ്ണുകൾ, ആപ്പിള് പോലെ കളറ്, ഇതുപോലെ കുഴിനകമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു പെങ്കൊച്ച്, അവൾക്കതേ സാരി ഉടുക്കാൻ അറിയത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞ് ഒന്ന് പഠിപ്പിക്കുക, ഞാനാണ് അവളെ അപ്പൊ ഞാൻ അമ്മൂമ്മയുടെ ചെന്ന് ചോദിച്ചു സാരി ഉടുക്കുന്ന എങ്ങനെയാന്ന് പേപ്പറിനകത്ത് എഴുതി വാങ്ങിച്ച് അവളുടെ കൈ കൊണ്ട് കൊടുത്ത് അവൾ അങ്ങനെ പഠിച്ച്. വിശ്വസിച്ചോ? വിശ്വസിച്ചെങ്കിൽ എഴുന്നേക്കാനാ. എന്നാ എഴുന്നേക്ക്. അതെ, അമ്മായിയുടെ മോൾക്ക് എന്താ ഗോൾഡ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞിട്ട് എന്തായി? അത് വല്ലതും ചെയ്തോ? അത് ചെയ്ത് നീ അവിടെ പോയി കിടന്ന് തപ്പുന്ന ഇവിടെ വന്നില്ലേ? എനിക്ക് അപ്പൊ സുന്ദരിയാവണ്ടേ? എന്റെ കയ്യിലുണ്ട്, അതൊക്കെ എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ. നമ്മുടെ കല്യാണത്തിന് 1 ആഴ്ച മുമ്പേ അമ്മായി വന്നത്. അമ്മായി എനിക്ക് വള ഇട്ടത്. അപ്പൊ നീ കൊലച്ച വാഴയായിരുന്നു വള കൊണ്ടിടാൻ? അയ്യോ വളമല്ല, വള 2 വള അമ്മായി എനിക്ക് ഇട്ടത്. അപ്പൊ അതിനേക്കാൾ മികച്ചത് അമ്മായിയുടെ മോൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അതേ വിലക്കുള്ള സാധനം തന്നെയാണ്. എന്തുവാ വാങ്ങിച്ചേ? ഒരു മൂക്കുത്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മൂക്കുത്തിയോ? 2 വള അമ്മായി തന്നത്, അതിന് പകരം മൂക്കുത്തി കൊടുത്താൽ മതിയോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു വള കൊണ്ടിട്ടപ്പോ അതിന്റെ വില അനുസരിച്ച് ഇപ്പൊ ഒരു മൂക്കുത്തി പോലും മേടിക്കാൻ പറ്റത്തില്ല. എന്തൊരു പിശുക്കാ ചാപ്പി നിങ്ങൾക്ക്.
ഈ കല്യാണ സദ്യക്ക് നമ്മൾ എങ്ങനെ ഒരു മൂക്കുത്തിയും കൊണ്ട് ചെല്ലും? കല്യാണത്തിന് എന്നാടി? നിങ്ങൾക്ക് എന്നാ? അതല്ല, കല്യാണത്തിന് ഇറച്ചിയാണോ അതോ വെജാണോ? ഇറച്ചിയാണെങ്കിൽ എന്താ, നിങ്ങൾ ആകാശത്തേക്ക് 2 വെടി വെക്കൂ? ഇല്ല. പിന്നെന്തുവാ? കഴിക്കും. കഴിക്കും. അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണ്ട. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞപ്പോഴാണ്, ആവശ്യമില്ലാത്ത നിന്റെ ഒരു ആങ്ങളെ ഇവിടെ തിന്നും പിടുത്തും കിടക്കുന്നുണ്ടല്ലോ, അവനെ കൊണ്ടുപോണ്ടായോ? ആവശ്യമില്ലാത്ത ആങ്ങളെയോ? ആവശ്യമില്ലാത്ത ആങ്ങളെയോ? ആവശ്യമില്ലാത്ത ആങ്ങളെയോ? ഇതെന്താ വരാത്തതാ ഞാൻ ഇതുവരെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആവശ്യമില്ലാത്ത ആങ്ങളാന്ന്. പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം. ആരുടെ? ആങ്ങളയുടെ. എന്റെ ആങ്ങളെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അവനോട് ഒന്നും മിണ്ടണ്ട, ഞാൻ വിളിച്ചോളാം. ഉജ്ജ്വല. പേരിലേ ഉള്ളു ഉജ്ജ്വലൻ. മിണ്ടരുത്. ഇല്ല. മോനെ. എന്തോ മോനെ. മോനേന്ന് വിളിച്ചതാ. വിളിച്ചേ? യോ, മോൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? അയ്യോ ഇല്ല. ഇല്ലേ? കല്ലിക്കാലത്ത് ഇന്നിപ്പൊ തല എടുത്തിട്ടുണ്ടാവത്തുള്ളൂ. പറ്റിരിക്കുന്നതാ. ചേച്ചി, എന്റെ അനിയൻ അങ്ങനെ കുറ്റം പറയല്ലേ. മോൻ കല്യാണത്തിന് വരുന്നില്ലേ? ഞാൻ വരുന്നില്ല ചേച്ചി. നല്ല ഭക്ഷണമുണ്ട്. ഓ, എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട. അതെന്താ, ചവച്ചരയ്ക്കാനുള്ള നിന്റെ കഴിവൊക്കെ നഷ്ടപ്പെട്ടു. ചേച്ചി, ചാപ്പി മിണ്ടാതിരി. എടി, നീ ഇങ്ങനെ ചാപ്പി ചാപ്പി എന്ന് വിളിച്ചിട്ട് അപ്പുറത്തെ കടക്കാരന് ഒരു ദിവസം 7 കാപ്പിയുടെ പൈസ കൊടുക്കേണ്ടി വരും. ദിവസവും അയാൾ 7 കാപ്പി അടിച്ചു വെക്കുക. ഇയാൾ ഇവിടുന്ന് കാപ്പി വിളിച്ചു പറഞ്ഞാൽ ആ വിളി എന്നോട് പറയാം. നീ ആ വിളി നിർത്തടി. എന്റെ കുട്ടി എന്താ വരാത്തെ? എന്റെ പൊന്നു ചേച്ചി, എനിക്ക് ഭയങ്കര വയറുവേദന. എന്നിട്ട് തലയിലാണല്ലോ കൈ വെച്ചേക്കുന്നത്. കണ്ടോ, എന്റെ കൊച്ചിന് വയറേതാ തല ഏതാന്ന് അറിയില്ല. അങ്ങനല്ലയോ തിന്നുന്നേ. അങ്ങനെ പറയല്ലേ. അവനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്തുവാടാ നിന്റെ ആഗ്രഹം? ശാസ്ത്രജ്ഞനാകണമെന്നാ. നീ ശാസ്ത്രജ്ഞനാവുമ്പം ആദ്യം റോക്കറ്റ് കണ്ടുപിടിക്കണം. എന്തിനാളിയാ? അതിനകത്ത് കയറ്റിയ മേലോട്ട് വിടാവില്ല, ഇവിടെ ഉള്ളവരെ രക്ഷപ്പെടുമല്ലോ. ചാപ്പി, നിങ്ങളൊന്നും മിണ്ടാതിരി. മോൻ പറ, എന്താ മോന്റെ ആഗ്രഹം? ശാസ്ത്രജ്ഞനായിട്ട്? എനിക്ക് ശാസ്ത്രജ്ഞനായിട്ട് ചന്ദ്രനിൽ പോണം ചേച്ചി. ഭൂമിയിലുള്ളവർ രക്ഷപ്പെട്ടു. കണ്ടോ ചേച്ചി? എന്തുവാ ചാപ്പി, ഒന്നും മിണ്ടാതിരി. ഫിസിക്സിന്റെ സ്പെല്ലിംഗ് വരടാ. PHY എക്സൈസ്. ശാസ്ത്രജ്ഞനാവും. യവൻ ശാസ്ത്രജ്ഞനായ എന്നെ ഇങ്ങനെ വിളിച്ചോ? കളിയാക്കുന്നത്. അത് അവന് ടങ്ക് സ്ലിപ്പായതാ. ഇനി അവൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ PSC ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് അങ്ങ് കയറ്റി വിടാം. എടി, ആ ടെസ്റ്റ് എഴുതാൻ അവനെ കൊണ്ടാക്കിയോ? എന്റെ കാശ് കളഞ്ഞാലും അവൻ വല്ലതും പഠിച്ചോ? അനാവശ്യം പറയല്ലേ. ഞാൻ പഠിച്ചതാ. കേരളത്തിൽ എത്ര നദികളുണ്ടാ? കേരളത്തിൽ ഒരു 1000 കൂടുതൽ നദിയുണ്ട് ചേച്ചി. 1000 കൂടുതൽ ആയിരിക്കും ചിലപ്പോ. 44 നദിയേ ഉള്ളൂ. ഇത് എന്ത് പൊട്ടത്തരാ പറയണേ ചേച്ചി. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കൂട്ടുകാരും മറ്റേ സുനിക്കുട്ടന്റെ വീടിന്റെ പുറകിൽ ഒരു പുഴയുണ്ട്. നമ്മള് മറ്റേ ഇവിടെ പോണ ജില്ലാ ആശുപത്രിയിട്ട് പോണ വഴിക്ക് ഒരു പുഴയുണ്ട്. സുനിതക്കയുടെ പുറകെ പുഴയില്ലേ? ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ കുഴയില്ലേ? അതെ, എന്റെ അറിവിൽ തന്നെ 3 പുഴ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അപ്പൊ കേരളത്തിൽ എത്ര പുഴയുണ്ട്? അത് അവിടെ കണ്ട പഞ്ചായത്ത് പുഴയും മോളിൽ നിന്ന് കണ്ട പുഴയും ഈ വീടിന്റെ പുറകെ ഇതെല്ലാം ഒരു നദിയാ, ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നേ. ഒരു പുഴയാണെങ്കിൽ ഒരിടത്ത് കിടന്ന് ഒഴുകണം, അല്ലാതെ എല്ലായിടത്തും കിടന്ന് ഒഴുകി ഒരുമാതിരി കണക്ക് തെറ്റിക്കരുത്. ശരിയാ കൊച്ചു. പോട്ടെ. ലോകാത്ഭുതങ്ങൾ എത്ര ഉണ്ടോ? 8. യവനെയും കൂടെ കൂട്ടിയായിരിക്കും. ലോകാത്ഭുതം 7 ഉള്ളു. നിനക്ക് വല്ലതും അറിയാവോ? എനിക്കറിയാം. എന്നാന്ന് പറ. താജ് ഹോട്ടല്. അതേതാ? ഷാജഹാന്റെ. എടാ, അത് താജ്മഹൽ ആണോ? വേറെ ഏതാ? പിടിവിട്. പിടിവിടോ? പിടിവിടാൻ പിരമിഡ്. ശരി, പിരമിഡ്. പിന്നെ തിരുവനന്തപുരം മറ്റേ മ്യൂസിയം. അത് അത്ഭുതമാണോ? അത് എനിക്ക് കണ്ടപ്പോ ഒരു അത്ഭുതമായിട്ടാ തോന്നിയത്. എടാ, നിന്റെ അത്ഭുതമല്ല. അളിയൻ ചോദിക്കണേനൊക്കെ ഞാൻ ഉത്തരം പറയണ്ടല്ലോ. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അളിയന് ഉത്തരം പറയാൻ പറ്റും. ചോദ്യടാ. സൂര്യന് കീഴെയുള്ള എന്തും ചോദ്യം. ഒരു 500 രൂപ കടം തരാമോ? ഇതാണോ സൂര്യന് കീഴെയുള്ളത്? 500 രൂപ സൂര്യന് കീഴല്ലേ ചേച്ചി? അങ്ങേര് കയ്യിൽ വേണ്ടേ? അത് ഇവനോട് തർക്കിച്ചാ കല്യാണത്തിന് പോവാൻ. ബസ് കല്യാണത്തിന് പോയിട്ട് വേണമെങ്കിൽ എനിക്കിതിട്ട് കാണാൻ. ഏത്? അല്ല, പോയിട്ട് വേണം നിങ്ങൾ പോണ കാണാൻ. കണ്ടോ, നമ്മൾ പോണ കാണാൻ. അത്ര സ്നേഹം അവന്. വാ ചേട്ടാ, 10 മണിയുടെ ബസ് പോവും. നീ വരുന്നില്ല? ഇല്ല മക്കളെ, ഞങ്ങള് കല്യാണത്തിന് പോയിട്ട് വരുമ്പോ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണോ? എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാ തിന്നാ. വലിച്ചോണ്ടിരുന്നാ മതി. കൂടെ വന്നാ വല്ലതും കഴിക്കാം. വാ. വരുന്നേ ഇല്ല. എന്തായാലും വെറുതെ ഇവിടെ ഇരിക്കല്ലോ. എന്നാ പിന്നെ പറമ്പിൽ വീഴുന്ന പേട്ട് തേങ്ങകളെല്ലാം പറക്കി വിട്ടിട്. പേട്ട് തേങ്ങ എങ്ങനെ തിരിച്ചറിയാളിയാ? നീ പറക്കിയാ മതി, അത് പേട്ട് തേങ്ങ ആയിരിക്കും. മനസ്സിലായേ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഡാ പെറുക്കി ആ തേങ്ങ എല്ലാം ഇട്ടേക്കണേ. പെറുക്കി ഇട്ടേക്കാളിയാ. അയ്യോ പോട്ടെ മോനെ. അപ്പൊ ചെല്ലത് പോയാ പിന്നെ വേറെ ബസ്സില്ല. കമ്പിളി പതപ്പം മിന്നിച്ചേക്കണേ.
ഭാഗ്യം അളിയനും ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ പെട്ടുപോയനെ. കറണ്ട് വരുമ്പോ എടുക്കാം. ഒരക്ഷരം നിങ്ങൾ ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞു ആ കുഞ്ഞു ചെക്കൻ്റെ അടുത്ത് വഴക്കൂടരുത്, നമ്മുടെ ബസ് പോവും ഞാൻ പറഞ്ഞതാണോ? ഇനി എങ്ങനെ കല്യാണത്തിന് പോവും? എന്നെ കൊണ്ട് വയ്യ എന്റെ ദൈവമേ. ഇങ്ങോട്ട് വാ നിങ്ങൾ. അമ്മായി എനിക്ക് 2 വളയട്ടെന്നത്. ഇനിയിപ്പൊ കല്യാണത്തിന് നമ്മൾ എങ്ങനെ പോവും? വാ നമുക്ക് കാറിൽ പോവാ. നിങ്ങൾ എന്തോ ഒരു അക്ഷരം മിണ്ടാത്തേ? നീ അല്ലേ പറഞ്ഞ മിണ്ടി പോരുന്നേ? അപ്പൊ ഞാൻ പൊട്ടക്കണത്തിൽ പോവാൻ പറഞ്ഞ നിങ്ങൾ പൊട്ടക്കണത്തിൽ പോയി ചാടുവോ? അപ്പൊ ഞാൻ ചാവില്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് അണയാ, നിങ്ങൾക്ക് അറിയാം. ഞാൻ 100 വട്ടം പറഞ്ഞു 10 മണിയുടെ ബസ് പോയാ വേറെ ബസ് ഇല്ലെന്ന്. ഇനി കല്യാണത്തിന് നമ്മൾ എങ്ങനെ പോവും? വാ കാറിൽ പോവാ. എന്റെ മോളെ 1,500 രൂപയാകും. ഒരു 500 രൂപ ഞാൻ തന്നെ കെട്ടിയെടുക്കാമോ? 500? അയ്യോ മതിയടാ, ഇത് മതി. വാ ചാപ്പി പോവാം, കല്യാണത്തിന് പോവാം. കാറ് വിളിക്കാം വാ. പോവാൻ വരട്ടെ. ബോംബെറിയട്ടെ? പോവാൻ വരട്ടെന്നല്ല, പോവാൻ വരട്ടെന്ന്. എന്നാടാ എന്നാ അളിയാ നിനക്ക് എവിടെ നാടാ 500 രൂപ? അച്ഛൻ തന്നാണ് ചേച്ചി. നിങ്ങൾ ഈ പോലീസിന്റെ കണ്ണുകൊണ്ട് എന്തിനാ എന്റെ കൊച്ചിനെ നോക്കുന്നേ? ഞാൻ ഇവിടെ സുഖമില്ല കിടന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞ അവൻ തരത്തില്ല. അങ്ങനെയുള്ള യവൻ 500 രൂപ തന്നപ്പം ആ 500 രൂപയുടെ പുറകിൽ എന്തോ ഇല്ലേ? ഗാന്ധിജിയുടെ മുഖം. എന്റെ ചേട്ടാ, നിങ്ങൾ അവനെ സംശയിക്കുന്ന അത് കുഞ്ഞാണ്. വാ കല്യാണത്തിന് പോവാം. അല്ല ഞങ്ങൾ പോയപ്പോ നീ ഇവിടെ വെറുതെ ഇരിക്കായിരുന്നോ? ഒന്ന് ചേച്ചി ഞാൻ തലവേദനയായിട്ട് അവിടെ കിടക്കുമായിരുന്നു ചേച്ചി. നിന്റെ ആക്ഷനും മറ്റേതുമായിട്ട് സിങ്ക് ആവുന്നല്ലോ. തലവേദനയായിട്ട് അത് കിടക്കുമായിരുന്നു എന്നാ പറയുന്നത്. അത് തന്നെ എന്തോ ഒരു കുഴപ്പമില്ല ചേച്ചി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ ഞാൻ സൈക്കിൾ ചവിട്ടി നമ്മുടെ രമണി ചേച്ചിയുടെ വീട്ടിൽ കൂടി രാത്രി 12 മണിക്ക് പോയിരുന്നു. അപ്പൊ രമണി ചേച്ചിയുടെ വീടിന്റെ ടെറസിന്റെ മുഖത്ത് അളിയൻ നിൽക്കുന്നു. ഞാൻ മൊത്തം പറയട്ടെ. അടുത്ത് ചെന്ന് നോക്കിയപ്പോ എന്നാ അവര് കോലം വെച്ചേക്കണതാ. ഈ നാട്ടിലെ കോലത്തിന് പോലും എന്റെ ഫിഗറാ. അയ്യോ, അത് ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന ഒരു മനുഷ്യൻ. അത് കളിയാക്കിയതാ മനുഷ്യൻ നിങ്ങളെ. അതെ, ഇവിടെ ഒരു പീസ് കട്ട്ലറ്റ് അകത്തുണ്ടായിരുന്നു. അത് നീ എടുത്ത് കഴിച്ചായിരുന്നു? ഇല്ല. ഇല്ല. അപ്പൊ പിന്നെന്തായിരിക്കും? എന്താ? കമ്പിളി കഴി വെളിയിട്ടായിരുന്നു. അത് നീ ഉണങ്ങിയപ്പോ അകത്തെടുത്തിട്ടായിരുന്നോ? ഇല്ല. വേറെ എന്തോ കണ്ടു വെച്ച് എന്നെ സംശയിക്കണേ. ഞാൻ ഒന്നും ചെയ്തില്ല. എന്തോ എന്റെ ചേട്ടാ, അതൊന്ന് വിട്. അവനെ നന്നാക്കാൻ കൊണ്ടുവന്നാണോ? ഇതിപ്പോ പറഞ്ഞു എനിക്ക് തലവേദനയായി. അത് നമ്മൾ വെയിലത്ത് പോയതുകൊണ്ടായിരിക്കും. വെയിൽ കൊണ്ട് നിനക്ക് തലവേദന എടുക്കുക എനിക്കറിയാം. നീ അകത്ത് പോയി ചില കിടന്നു. ഞാൻ അങ്ങനെ പകല് കിടന്ന് ഉറങ്ങാറില്ലല്ലോ. ഇല്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് എന്തായാലും പോവാം. നീ തലവേദന എടുക്കുന്നത് വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. നിങ്ങളെ എന്റെ അനിയനെ കൊല്ലുന്നു. ഇല്ല മക്കളെ, എവിടാ ഞാൻ പിച്ചു കണ്ടോ? മക്കളെ നീ അകത്ത് പോയി ചില കിടക്ക്. ചെല്ലേ. സത്യമാണോ? അവനെ വെറുതെ ഉപദ്രവിക്കരുത്. ഞാൻ എന്തിനാ ഉപദ്രവിക്കുന്നേ? നീ ഇവിടെ ഞങ്ങൾ വെറുതെ ഇരിപ്പിടിരിക്കുകയായിരുന്നു. കിടക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഏതായാലും കാര്യം നീ അവിടെ പോയി ഒരു പാല് പിടിച്ചിട്ടുണ്ടോ? പാലെനിക്ക് വേണ്ടല്ല. നിനക്ക് കൂച്ചാനല്ല, വൈകുന്നേരം ചായ കുടിക്കണ്ടേ? ചായ കുടിക്കാൻ വേണ്ടി ഒരു പാല് പിടിച്ചിട്ടുണ്ടോ? ചെല്ലേ. നാളെ ഞാൻ പോയി മേടിച്ചിട്ട്. ഞാനോ? എന്റെ വീട്ടിൽ നീ പോയി പാല് പിടിച്ചില്ല. ഞാൻ പോണില്ല. ചെല്ലടാ, ആ പറ്റുകടയിൽ നിന്ന് പോയി വാങ്ങിച്ചു. ഞാൻ പോണില്ല. നീ ഞാനിവിടെ പോയി ശരിയാവത്തില്ല. വിടല്ലേ? കറണ്ട് വന്ന് എന്തിനാ നീ അയ്യോ എന്നുള്ള വിളിച്ചു? ഷോക്ക് അടിക്കത്തില്ല അളിയനെ. എന്നെ ഷോക്ക് അടിക്കുന്നു? അതല്ലല്ലോ. നീ പാല് മേടിച്ചോ? പാല് മേടിച്ചോടാ. പാല് ഓടാ. കർത്താവേ, കമ്പിളി പതപ്പ് ഒക്കെ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി എന്റെ അടുത്താണ് എന്തോ ഉടായിപ്പ് ഇവിടെ ഉണ്ട്. ഒരു പാട്ട് കണ്ടാലോ? നീ കാണണമെന്ന് പറയണം, അല്ലെങ്കിൽ കാണണ്ടെന്ന് പറയണം. നിങ്ങൾ അവസാനം എനിക്ക് കാണണം. അയ്യോ, പെട്ടി ഓഫ് ചെയ്യ്. എനിക്ക് ഓഫ് ചെയ്യാൻ അറിയാൻ വയ്യ. ശരിയാ, നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ അറിയാൻ വയ്യ, ഓണാക്കാനേ അറിയൂ. എനിക്ക് കാണണ്ടേ. അംബികേ. എന്റെ വായെന്ന് വല്ലതും വരും. ഞാനല്ല. നിങ്ങളല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പ്രേതായിരിക്കും. എന്റെ കൊച്ചന്റെ എന്റെ അനിയനെവിടെ? അവനെ പാല് മേടിക്കാൻ പറഞ്ഞു വിട്ട്. ഓ, അവനെ പാല് മേടിക്കാൻ പറഞ്ഞു വിട്ട്, എന്നെ കിടക്കാൻ പറഞ്ഞു വിട്ട്. നിങ്ങൾ ഇവിടെ അഴിഞ്ഞാടുവാണ്. അമ്മേ, എനിക്കത് കാണുമ്പോ പേടിയാവുന്നേ. എന്റെ മോനെന്ത്? എന്റെ ദൈവമേ, ഇങ്ങനെ പിഴച്ചു പോയല്ലോ ഈശ്വരാ. ചേച്ചി പൊക്കി മോനെ, മക്കളെ അറിയാണ്ട് പറ്റിപ്പോയതാ. എടാ, അളിയൻ ചെയ്ത തെണ്ടി തരും. നീ കണ്ടോ? അളിയന്റെ തലയിലിരുന്നോ? എന്നെ എടാ, ഒന്ന് നോക്കിയടാ. അയ്യോ, നോക്കട്ടാ. നീ നോക്കട്ടാ.
മാറിക്കങ്ങോട്ട് നീ. ഏ, അയ്യോ. ചേച്ചി ഞാൻ ആ പുഴയിലൊന്ന് 5 തവണ മുങ്ങി കുളിക്കട്ടെ ചേച്ചി. എന്തിന്? ഞാൻ മിന്നായം പോലെ കണ്ട്. അയ്യോ കണ്ടോ, അവൻ മിന്നായം പോലെ കണ്ടു. അപ്പൊ ഇത് മുഴുവൻ കണ്ട നിങ്ങളെ മുക്കി കൊല്ലണം. എന്റെ ദൈവം, എന്റെ ഭർത്താവ് ഞാൻ പിഴച്ചില്ല. എനിക്കതിൽ ചേച്ചി ഇത് കാണുന്ന കണ്ണുകൊണ്ടല്ലേ ചേച്ചി നമ്മളെ കാണുന്ന ഈ പുള്ളി. അതാണ് അനിയനായതുകൊണ്ട് പറയാവോന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ പകല് പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ കിടക്കുമല്ലോ. ഞാൻ പറയും ചേട്ടാ ഒന്ന് വാ, ഒരു 5 മിനിറ്റ് നമുക്ക് സംസാരിച്ചിരിക്കാം. ഈ പേട്ട് തലയും വരത്തില്ലടാ. എന്താണെന്നറിയാമോ, അത് വരാത്തെന്ന് പറഞ്ഞ അഡിക്ഷൻ ആണ് പുള്ളിക്കത്. മനസ്സിലായില്ലേ? ഇത്തരം വീഡിയോ കാണുന്നവർക്ക് ഭാര്യമാരോടുള്ള ഇഷ്ടമില്ല, വീഡിയോടാണ് താല്പര്യം. അത് ശരിയായോ? നിങ്ങൾക്ക് നാളുണ്ടോ മനുഷ്യ? നീ ഐജിയോടും DSPയോടും ചോദിച്ചു നോക്ക്. ഓ അത് ശരി, അപ്പൊ ഇത് ഗ്രൂപ്പിസമാണ്. എന്റെ സ്വഭാവം ചോദിച്ചു നോക്കാൻ പറഞ്ഞു. എന്റെ സ്വഭാവം ഇനി എന്തോ അറിയാനാ? എന്റെ ദൈവം നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ എന്നെ അടുത്തേക്കും പറയില്ല. എനിക്ക് കാണണ്ട. നമ്മള് എന്നെ നന്നാക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയല്ലേ. ചേട്ടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പോ ഡിവോഴ്സിന് നമുക്ക് പോവാൻ പറ്റുമോ? ഒരു വക്കീലിന്റെ അടുത്ത് ഈ നഗ്ന സത്യം നമ്മൾ എങ്ങനെ പറയും? അതെന്താന്നറിയാം, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിപ്പോ കൂട്ടുകാരെങ്കിലും ചോദിക്കുക പെങ്ങളുടെ ഭർത്താവിന്റെ ഹോബി എന്നാന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നീ പറയല്ലേടാ എന്റെ പൊന്നുമോനെ. നീ അളിയ ചീത്തയാ, അളിയ ചീത്തയാ. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ കാലിലായിരുന്നോ? എന്നെ തുടരുത്. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ കാസറ്റ് ഏത് കടയിൽ നിന്ന് നിങ്ങൾ മേടിച്ചു? ചോദിക്കേ ചേച്ചി. ഏത് കടയാന്ന് എനിക്ക് അറിയാൻ വയ്യ. കണ്ടോ, അറിയത്തില്ല. അപ്പൊ അത്രയും കടകൾ കേറി ഇറങ്ങി മേടിക്കുന്നുണ്ട്. ഏത് കടയാന്ന് പുള്ളിക്ക് അറിയത്തില്ല. അത് ശരി, അപ്പൊ നിങ്ങൾ കടയറിയാതെ ആട്ടം കാണുവാണല്ലേ? കഥ അറിയാതെന്നല്ലേ? നിങ്ങൾ എന്നെ തിരുത്തണ്ട. നിങ്ങളുടെ കൂമ്പ് ഞാൻ ഇടിച്ചു മാറ്റോ. അംബിക എന്റെ വായെന്ന് വരുന്നുണ്ട്. എന്റെ ദൈവമേ, ഞാനിനി എന്തോ ചെയ്യാ എന്റെ അച്ഛനോട്? എനിക്കിത് ആരോടും പറയാൻ വയ്യ. തോലി ഉരിഞ്ഞു. എന്റെ കൂട്ടുകാർ പോലും ഇങ്ങനെ ചെയ്യുന്നവരില്ല. ഇനി ഒറ്റ നിവർത്തേ ഉള്ളൂ. എന്താ ചേച്ചി? ആത്മഹത്യ. കയ്യിന്ന് പോയല്ലോ. ചേച്ചി ഒന്ന് ചുമ്മാ ഇരിക്കണം. എനിക്ക് ചാവണം. അങ്ങനെയാണോ പറഞ്ഞത്? എനിക്ക് ചാവണം. അവിടെ ഇരുന്ന് ഞാൻ കാര്യം പറയട്ടെ. എനിക്ക് ചാവണടോ, എനിക്ക് ചാവണം, എനിക്ക് ചാവണടോ. അത് ഈ കൊങ്ങേതാ പിടിക്കണ്ടോ? കണ്ടോ, ഞാൻ ചോദിച്ചു ബാക്കിയുള്ള CD കൂടെ ഇട്ട് കാണാനാ. എടാ കൊമ്പം മീശ തയ്യാ. അയ്യോ ഞാൻ കാര്യം പറയട്ടെ. ചേച്ചി വന്ന് ചേച്ചി ഈ കിടന്ന് കാണിച്ച് നാട്ടുകാരെ അറിയാലോ. ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ കൗൺസിലിംഗ് വേണം കൊടുക്കാൻ. അത് ഇയാൾക്കൊക്കെ ആര് വോട്ട് ചെയ്യാനാ? കൗൺസിലർ ആവാൻ. കൗൺസിലർ ആവണ ആരെയാണോ പറയുന്നത്? ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്കൂളിൽ പോകണം. ഞാൻ അളിയനോട് സംസാരിക്കാം. അളിയനൊന്നും നീ? അതെ, ഞാൻ അളിയന്റെ അളിയൻ. ഞാനും അളിയൻ. ഞാൻ കാര്യം അളിയനോട് പറയട്ടെ. അളിയന്റെ കുടുംബം ചിന്നിച്ചെതറി കിടക്കുക. എന്റെ കൂടെ നിന്ന് അളിയനെ രക്ഷപ്പെടുത്താം. നിൽക്കാമോ? എടുത്താവോ? രക്ഷപ്പെടുത്തു. എടാ ഞാൻ പറയണ്ട ചേച്ചി. ഉത്തരവാദിത്തമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിലും അച്ഛനും അമ്മയും നന്നായിട്ട് വളർത്തിയിരുന്ന ഒരു കുട്ടി എന്ന നിലയിലും ഞാൻ സംസാരിച്ചോട്ടെ. ആർക്കും ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും ഒരു വീഴ്ച വരാം. അല്ലേ അളിയ? ആണോ? അല്ലേ? ആണ്. ഇത് അളിയൻ മനഃപൂർവ്വം ചെയ്തായിരിക്കില്ല. സ്ഥിരമായി അളിയൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ കാണുമ്പോഴേക്കും അളിയന്റെ വിചാരം ഇത് ആരും പിടിക്കില്ല എന്നായിരുന്നു. അല്ലേ അളിയ? ആണോ? അല്ലേ? ആണ്. പക്ഷെ ഇന്ന് എന്റെ പെങ്ങള് ഇത് കണ്ടുപിടിക്കുകയും അളിയന് തെറ്റ് മനസ്സിലാക്കുകയും ചെയ്തില്ലേ അളിയ? ചെയ്തോ? ഇല്ലേ? ചെയ്ത്. അപ്പൊ അളിയൻ ഇത് കാണുവോ? ഞാൻ കാണില്ല. അളിയൻ ഈ തെറ്റ് സമ്മതിച്ചു. നമുക്കിനി സന്തോഷത്തോടെ വരും. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ തെറ്റ് പറ്റുമല്ലോ. അത് നമുക്കതിനെ അങ്ങനെ എടുത്താൽ മതി. ഇതിനൊരു വഴക്കായിട്ടൊന്ന് കൗൺസിലിംഗ് ചെയ്ത് ശരിയാക്കാം കേട്ടോ. ഇതൊരു തെറ്റല്ല. ചേച്ചി ഒരു പൊട്ട തുണി കിട്ടുമോ ചേച്ചി? എന്തിനാടാ? എനിക്ക് കാസറ്റ് കൈ കൊണ്ടെടുക്കാൻ അറപ്പായി ചേച്ചി. ഓ കണ്ടോ, എടാ മുതുക്കെ കണ്ടുപടി. വളർന്നു വരുന്ന കൊച്ചു അത് പറയുന്ന കേട്ടോ. കത്തി കേറുകയാണല്ലോടാ. ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. കളഞ്ഞു മോനെ, എവിടെയും കൊണ്ട് ഒഴുക്ക്. പിന്നെ ഇത് ഞാൻ വേറൊരു കാര്യം പറയാണ്. നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കണം. കോട്ടളിയാ? ശരി പൊന്നു, ഒരു കാര്യം വീട്ടിൽ ചെന്നത് അച്ഛനോട് പറയല്ലേടാ. അച്ഛനോട് പറയാൻ പറ്റിയ കാര്യമാണത്. അതെ, ഞാൻ അകത്ത് പോയി കമഴ്ന്ന് കിടന്ന് കരഞ്ഞോട്ടെ. ശരി. കമന്ന് കിടന്ന് എന്തിനാ കരയുന്നത്? അതൊക്കെ ഒരു ആചാരമല്ലേ. അവിടെ നിന്നാടാ. കാസറ്റിന്റെ പേരെന്താന്ന് പറഞ്ഞേ? കമ്പിളി പതിപ്പ്. കമ്പിളി പതിപ്പ്. ഏത് കടയെന്നാ എടുത്തത്? ഗായത്രി കാസറ്റ് കട. കിട്ടിയോ? കാസറ്റിന്റെ പേര് കമ്പിളി പതിപ്പ്. എടുത്ത കട ഗായത്രി കാസറ്റ്. തനിക്ക് നാണുണ്ടോടോ സ്വന്തം ഭാര്യയുടെ അടുത്ത് ഇമ്മാതിരി കാസറ്റ് എവിടുന്നാ മേടിച്ചേന്ന് ചോദിക്കാൻ? അടിച്ചയാളുടെ അണപ്പല്ലേ. ഇത് ഞാൻ എടുക്കോട്ടെ ചേച്ചി. അത് ഇവിടെ ഇരുന്നോണ്ടല്ലോ. ഇത് പുള്ളി വേറെ കിട്ട് കാണും. ഇത്
രതിലയം ലയന സംഗീതത്താളം. പിന്നെ അടിപൊളിക്കാൻ വരുന്നു. എന്റെ ഈശ്വര, ഇതാ പറഞ്ഞ വേലിരുന്നെടുത്ത് വെക്കണ്ടായിരുന്നു. അടിപൊളി, നല്ല സ്ക്രിപ്റ്റാ, നല്ല സിറ്റുവേഷൻ കോമഡി ആയിരുന്നു കേട്ടോ. കാര്യം അതിൻ്റെ അകത്തൊരു കഥയുണ്ട്. ഈ നിങ്ങളുടെ ഈ സ്റ്റോറി ഈ കോമഡിക്കകത്തൊരു കഥയുണ്ട്. ആ കഥയുടെ കൂട്ടത്തിലാണ് നിങ്ങൾ യാത്ര ചെയ്തത്. നല്ല സുഖമായ അവതരണമായിരുന്നു നിങ്ങൾ 3 പേരും ചെയ്തത്. ഗംഭീരമായിട്ടുണ്ട്. മായ തകർത്തു കേട്ടോ. നല്ല രസമുണ്ടായി മായ. ഒരു ഭർത്താവ് അത്രയ്ക്കും അങ്ങോട്ട് താഴെ ഉണ്ടായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കുറച്ചുകൂടെ ഒരു SI അല്ലേ, പിന്നെ നമ്മുടെ കോമഡിക്ക് വേണ്ടിയിട്ട് അങ്ങനെയാകാം. നല്ല ഒരു ആംഗ്ലയാണ് കിട്ടിയിരിക്കുന്നത്. കാര്യം ഇത് നിങ്ങളുടെ വീട്ടിലല്ലേ പോലും വേറൊരു വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റിയ ഒരു മുതലാണത്. അത്രയ്ക്കും ഗംഭീരമായ ഒരു ആംഗ്ലയും. കാശ് കൊടുത്ത് മേടിച്ചോണ്ട് പോകാൻ തോന്നും. അതെ, നല്ലൊരു പയ്യൻ. അമലും കൊള്ളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ സ്ക്രിപ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം തരുന്നത്. കാര്യം ഇതേവരെ നമ്മുടെ ഒരു കോമഡി സ്കിറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ സാധനം കണ്ടിട്ടില്ല. ഇതിപ്പോൾ സിമ്പിൾ സാധനമാണ്. കാര്യം ഇത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാണല്ലോ കാസറ്റിൻ്റെ പരിപാടി. ഇപ്പോഴുള്ള തലമുറയ്ക്ക് അത് അറിയോ ഇല്ലയോ എന്നറിയത്തില്ല. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട് എന്നറിയത്തില്ല. പക്ഷേ അതൊരു കാരണം, ഇത് ചിലപ്പോൾ ഒരു വർഷങ്ങൾ കാണുമ്പോൾ അറിയാം ഇങ്ങനെ ഒരു ഉപകരണം പണ്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സാധനം ചകഞ്ഞെടുക്കുകയും അത് ഇപ്പോഴത്തെ ആൾക്കാരുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ നിങ്ങളത് അവതരിപ്പിക്കുകയും ചെയ്ത് വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു. 3 പേരെയും സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല. നിങ്ങളെല്ലാവരും നല്ലോണം ചെയ്യുന്നവരാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. എന്തായാലും ഒരു പൊടിക്ക് മുമ്പേ ആ ഭാര്യ തന്നെയാണ് നിന്നത്. അതുകൊണ്ട് ഭാര്യ ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. ഈ ഗംഭീര സ്കിറ്റാണെന്നും ഗംഭീര സ്ക്രിപ്റ്റ് ആണെന്നും നിങ്ങളുടെ പെർഫോമൻസ് നന്നായി എന്നൊക്കെ ഉള്ള കാര്യം സമ്മതിച്ചു. ഇതാരുടെ തലയിലാണ് ഈ ബുദ്ധി വന്നത്? അത് അവൻ്റെ കയ്യിലേ വരുള്ളൂ. പക്ഷെ അമലിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടാവില്ല. അമൽ ആ ഏജ് ആയിട്ടില്ല. എനിക്ക് മുമ്പായിരുന്നു. അപ്പൊ ആർക്കോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ അബദ്ധം അല്ല അതെന്നെ ഒരാൾക്കല്ല, ഇത് മിക്കവാറും എല്ലാവർക്കും എടുത്താക്കണ എല്ലാവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ സാധനം ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റൂല. കറണ്ട് വന്നാൽ വീണ്ടും പ്ലേ ആവും. അത് സ്റ്റോപ്പ് അല്ല, പ്ലേ ആവും. അനുഭവസ്ഥം പറയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അല്ല, ഞാനത് പറയാൻ വന്നത്. മാത്രമല്ല, ഇൻവെർട്ടർ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ് ആ കാലഘട്ടം 90s. അപ്പൊ ഈ സമയത്ത് വന്ന ഇത് കറക്റ്റ് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ 2 പേര് കുടുങ്ങൂടാ. അതുകൊണ്ട് നിങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല അതില്. നമ്മളൊരു കഥയായിട്ട് മാത്രമേ. അല്ല, ഇത് എടുക്കാനുള്ളത് നിങ്ങളെ മനസ്സാണ്ട്. നമുക്കത് നിങ്ങളുടെ ധൈര്യത്തിന് ഞാൻ ആദ്യം തന്നെ ഒരു കയ്യടി തരികയാണ്. കാരണം വേറൊന്നുമില്ല, ഇതെങ്ങനെ മനസ്സിലാക്കും നമുക്കൊക്കെ അറിയാൻ പറ്റും. നമുക്കൊക്കെ അറിയാം. കാരണം ഇത് കാണണമെന്ന് തന്നെയില്ല, നമുക്കറിയാൻ പറ്റില്ല. നമ്മളെ കൂട്ടുകാരന്മാർ കണ്ടിട്ടുണ്ടാവും, ഇടക്ക് നമ്മളും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഈ സാധനം എടുക്കുമ്പോൾ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ കാണുന്നവർ എങ്ങനെ ചെയ്യും? ഞാൻ കരുതിയത് അമലിനെ തന്നെ പിടിക്കുമെന്നാണ് കരുതിയത്. ഒരിക്കലും എസ്ഐയിലോട്ടോ അളിയൻ്റെ അടുത്തോട്ടോ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെയാണ് നമ്മളെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ച് കളഞ്ഞത്. അവിടെ തൊട്ടുണ്ടല്ലോ, അവിടെ തൊട്ട് ഈ സ്കിറ്റിൻ്റെ ഹൈപ്പ് അങ്ങ് തുടങ്ങി. അതിക്ക് മുൻപ് വരെ നമുക്ക് എന്താണ് ഇത്, എങ്ങനെ ചെയ്യും, അത് അലമ്പിലേക്ക് പോവോ അല്ലെങ്കിൽ ഒരു ഇന്റർമീനിങ് ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെ എങ്ങും തൊടാതെ നല്ല കിടലിനായിട്ട് ക്ലൈമാക്സിലേക്ക് എത്തിച്ചെന്നുള്ളതാണ്. ഇന്റർമീനിങ് വരാൻ വളരെ ചാൻസ് ഉള്ള ഒരു സ്കിറ്റാണ്. അതെ, 3 പേരും ഗംഭീരമായെന്നുള്ളൂ. ഒരാളെന്നല്ല. ഇവിടുത്തെ ഈ വേദിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഏതാണ്? കുടുംബത്തോട് കൂടി ഇരുന്ന് കാണാൻ പറ്റുന്നതേ ഇവിടെ നിന്ന് വിടുന്നുള്ളൂ. മായ ഗംഭീരമായിട്ടുണ്ട്. മായ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ചില സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യമാർ ഇങ്ങനെയാണ്, ഭർത്താക്കന്മാർ ചെറുതായിട്ട്, വലിയ ആഗോള പ്രശ്നമൊന്നുമല്ല ഇത്. പക്ഷെ എന്നാലും ഹൈപ്പ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രക്ക് കാര്യമില്ല. ഞാൻ പ്രീതിയച്ചോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചോ? അല്ല, ചിലപ്പോ അങ്ങനെ ആവുന്ന സ്ത്രീകളുണ്ട്. അതാണ് പറഞ്ഞത്, ചില ചെറിയ മനസ്സുകളാണ് അവരുടെ. അത് ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ നിലനിർത്തിക്കൊണ്ട് മായ പോയിട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ അളിയൻ ചീത്തയാ. ഗംഭീര സാധനമാണ്. അമലിന്റെ ആ ഒരു എന്താണ്, അപ്പ കണ്ടവനെ അപ്പ എന്നൊക്കെ വിളിക്കുമെന്ന് പറയുന്ന പോലെയുള്ള മാറ്റം ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത്
ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. ഇനി പ്രസാദം പറയാണ്ടട്ടാ. പറയാനൊന്നുമില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. വേറൊന്നുമില്ല. ഒരു പോലീസുകാരന്റെ ആ നിസ്സഹായാവസ്ഥ, ഒരു ഭർത്താവിന്റെ നിസ്സഹായാവസ്ഥ, അത് കാരണം പുള്ളിക്കൊരു വലിയ ആളായിട്ട് നടക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളൊരു മനുഷ്യനാ. അല്ലെങ്കിൽ പുള്ളി അവിടെ തോക്കും കൊണ്ട് പോകില്ലല്ലോ. അപ്പൊ അതുവരെ പുള്ളി തോക്കും കൊണ്ട് പോകാൻ തയ്യാറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ലാസ്റ്റ് പോകുന്ന സമയത്തെങ്കിലും അവസാനം കള്ളി പുറത്താവുമെന്ന് ഞാൻ വിചാരിച്ചു. തിരിച്ചൊരു വരവുണ്ടല്ലോ, അവിടെയും പുറത്തായില്ല. അമല് കള്ളൻ രക്ഷപ്പെട്ടു. ആ ക്ലൈമാക്സ് ആണ് ഗംഭീരമായത്. എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ മാർക്ക് ആരാ? അപ്പൊ മാർക്കിലേക്ക് പോവാം. ഞാൻ തരാം ആദ്യം. ഞാനൊരു 18,000 രൂപ തരികയാണ്. അപ്പൊ നസീർക്ക് 18,000 രൂപ എന്നല്ലേ? ഞാനും ഒരു 18,000 രൂപ നോക്കാം. അപ്പൊ ടോട്ടൽ 36,000 രൂപ. 18, 18, 36. അപ്പൊ ഞാൻ അവിടെ തരാം. 70,000 രൂപ. ഹാപ്പി അല്ലേ നിങ്ങള്? എന്തായാലും ഹാപ്പിയാണ്. നല്ല ജഡ്ജ്മെന്റ് അല്ലേ കിട്ടിയത്? അമലിന് ഒരു 5 രൂപ കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? പക്ഷെ ഇതിന്റെ മുഖത്തതുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചടിച്ചാൽ അത് പറയാനൊരു അല്ല, അവന്റെ മുഖത്ത് ആ മ്ലാനത കിടപ്പുണ്ടോ? എന്നാലും ഞങ്ങൾ തരികയില്ല. അവിടെയുണ്ട് ഇവിടെയുണ്ട്, എനിക്കില്ലെന്ന് തോന്നുന്നു. അപ്പം അടുത്ത തവണ എന്തായാലും പഞ്ചടിക്കാനായിട്ട് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ ടൈം തീർന്നു. അതെ, പെട്ടെന്നായി പോയല്ലേ? വളരെ മനോഹരങ്ങളായ സ്കിറ്റുകളായിരുന്നു ഇന്ന് അവതരിപ്പിച്ചത്. അടിപൊളിയായിരുന്നല്ലേ? അതെ. നാളെ പുതിയ ചിരികളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.